ലാസർ മരിച്ചപ്പോൾ ലാസറിന്റെ ജീവൻ എങ്ങോട്ട് പോയി? ഈ ജീവൻ എവിടെയാ? ഒന്നെങ്കിൽ നിങ്ങൾ പറയും സ്വർഗത്തിൽ. ചില ആൾക്കാർ എവിടെ അലഞ്ഞു തിരിയുക. പൗലോസ് പറയുന്നൊരു വെളിപ്പാടുണ്ട്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ജീവൻ കൊടുത്തവനിൽ ജീവൻ മറഞ്ഞിരിക്കുന്നു. ആരാ ജീവൻ കൊടുത്തത്? യേശുവാണ്. സ്വതന്ത്രം പറഞ്ഞേ. 2, ശ്രദ്ധിച്ചോ, സ്വർഗത്തിലാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഓക്കെ, തെറ്റില്ല, കുഴപ്പമില്ല. പക്ഷെ സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് വിളിച്ച് കയറ്റണമെങ്കിൽ, ലാസറിൽ കയറ്റണമെങ്കിൽ അവന്റെ അധികാരം എന്താണ്? അവന്റെ ശക്തി എന്താണ്? ഒരു മരമുട്ടിയെ കുറിച്ചല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ജീവനുള്ള ദൈവത്തെ കുറിച്ചാ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ സ്വർഗത്തിൽ, അല്ലെങ്കിൽ പർദീസയിൽ, അല്ലെങ്കിൽ പിതാവിന്റെ അടുക്കൽ, അല്ലെങ്കിൽ സ്വർഗാദി സ്വർഗത്ത് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ജീവനെ വിളിച്ചിറക്കാൻ കഴിയുന്നുവെങ്കിൽ അവൻ നിന്റെ ജീവന്റെ ആധാരമാണ്. ഈ വചനം ദൈവം എന്നെ പഠിപ്പിക്കുമ്പോൾ വെറും 3 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ ഈ അഴുകിപ്പോയ ശരീരത്തിൽ ജീവനെ വിളിച്ചു കയറ്റാൻ. യേശു അവിടെ വിളിച്ചൊരു വാക്കുണ്ട്, ലാസറേ പുറത്തു വരിക. നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ടില്ല, ഒരാളെ മാത്രമേ വിളിച്ചുള്ളൂ, ലാസറേ പുറത്തു വരിക. ഈ പറഞ്ഞു വായെടുക്കുന്നതിന് മുൻപേ അഴുകിയ ശരീരത്തിൽ ജീവൻ കയറി. യഹൂദന്മാരുടെയും പാലസ്തീന്റെ ഒക്കെ നിയമം അനുസരിച്ച് അന്നത്തെ കാലഘട്ടങ്ങളിൽ മരിച്ചുപോയവര് അടക്കം ചെയ്യുമ്പോൾ എംബാം ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന ലിവറും ലങ്സും അത്യാവശ്യമുള്ള സാധനമെല്ലാം എന്ത് ചെയ്യും? എടുത്ത് കളഞ്ഞിട്ട് കുത്തിക്കെട്ടി സുഗന്ധദ്രവ്യം തേച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടക്കം ചെയ്യുന്നത്. അപ്പൊ കുറെ ഓർഗൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം അഴുകിയിട്ടുണ്ട്. പക്ഷെ ജീവൻ കയറിയപ്പോ അഴുകിയതെല്ലാം നേരെയായി, പുറത്തുപോയതിന് പകരം പുതിയ ഓർഗൻസുകൾ ഉണ്ടായി. ജീവൻ അകത്ത് കയറിയപ്പോൾ ഇല്ലാത്ത ഓർഗൻസ് ഉണ്ടായി, അഴുകിയ ശരീരം ജീവൻ പ്രാപിച്ചു. ഇപ്പൊ കുറച്ച് കാര്യം മനസ്സിലായി. ജീവൻ എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ, പിടികിട്ടിയോ? വെറുതെ ജീവൻ എന്ന് എല്ലാവർക്കും പറയാം. എല്ലാവരുടെയും ജീവൻ പോലെയല്ല യേശുവിന്റെ ജീവൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ച ഭാഗം ഞാൻ എടുക്കണ്ട, ഞാനൊന്ന് പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മരണം അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യം. അപ്പൊ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത യേശു നിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുക. അതിനർത്ഥം ഇതാണ്, യേശു നിന്റെ ഉള്ളിലോട്ട് കയറിയാൽ യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ നിന്നെയും പിടിച്ചു വെക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. ആ വെളിപ്പാട് നിന്റെ അകത്തേക്ക് കയറട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട്, നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഒരിക്കൽ കൂടെ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. എല്ലാവരും വായികളെ തുറന്ന് പറഞ്ഞാട്ടെ, മരണം, ഉറച്ചു പറഞ്ഞാട്ടെ, മരണം യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഒരിക്കൽ കൂടെ, മരണം യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഒരിക്കൽ കൂടെ, മരണം യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു.
യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. എല്ലാവരും പറഞ്ഞാട്ട്, യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. ഒരിക്കൽ കൂടെ, യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തൻ. ഒരിക്കൽ കൂടെ, ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷക്തൻ. രണ്ടും ഒരാള് തന്നെയാണ്. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 4 സുവിശേഷത്തിൽ നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയും. എന്നാൽ അപ്പോസ്തല പ്രവർത്തികൾ ആരംഭിച്ച് ലേഖനത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ അവിടെ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. സ്തോത്രം പറഞ്ഞാട്ട്, നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ട്. യേശുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ വേദപുസ്തകത്തിലെ 4 സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യേശു. സ്തോത്രം പറഞ്ഞാട്ടെ. ആ യേശുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞതുപോലെ യേശുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു, യേശുവിനോട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു, യേശുവിനെ നമുക്ക് തൊടുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വിഷയങ്ങളിൽ, പ്രശ്നങ്ങളിൽ നമ്മുടെ കർത്താവ് കൂടെ ഇരിപ്പുണ്ട്. അവൻ എല്ലാ വീടുകളിലും ആ സമയത്ത് സന്ദർശിപ്പാനിടയായി, രോഗികളെ തൊട്ട് സൗഖ്യമാക്കുവാനിടയായി, ഭൂതങ്ങളെ പുറത്താക്കുവാനിടയായി. ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ ഷിബു പാസ്റ്ററിനെ കാണുന്നത് പോലെ യേശുവിനെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും. 4 സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കി, അല്ലെ? ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവർക്ക് ജീവൻ കൊടുത്തു, പാപികളെ സ്നേഹിച്ചു, ചുങ്കക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു, ആർക്കും വേണ്ടാത്തവന്റെ കൂടെ യേശു ഉണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വേദനകൾ പറഞ്ഞാൽ, നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ അതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ആ യേശുവിനെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം പറഞ്ഞാട്ട്. യേശു ഒരേ സമയത്ത് മനുഷ്യപുത്രനുമായിരുന്നു, ഒരേ സമയത്ത് ദൈവപുത്രനുമായിരുന്നു. എല്ലാവരും പറഞ്ഞിട്ട്, യേശു ഒരേ സമയത്ത് മനുഷ്യപുത്രനുമായിരുന്നു, ഒരേ സമയത്ത് ദൈവത്തിന്റെ പുത്രനുമായിരുന്നു. നമ്മുടെ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുമെന്ന് പ്രവാചകന്മാർ പ്രവചിക്കുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായവും 3-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സും നഷ്ടപ്പെട്ടപ്പോൾ പിശാച് അവരെ വരിക്കുവാൻ അല്ലെങ്കിൽ വാഴുവാനായി തുടങ്ങിയപ്പോൾ അവിടെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടതായ കുറെ അനുഭവങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് കയറാൻ ആഗ്രഹിക്കുന്നില്ല. പാപം ചെയ്തപ്പോൾ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് ദൈവത്തിന്റെ കോപം ഉണ്ടാകുന്നു, ദൈവത്തിന്റെ ശാപം ഉണ്ടാകുന്നു, മനുഷ്യനും ശാപം കിട്ടി. അതേ സമയത്ത് സാത്താനും ശാപം കിട്ടുന്നുണ്ട്. അവിടെ വെച്ച് പിതാവായ ദൈവം സാത്താനെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഭൂമിയുടെ ഉൽപ്പത്തിയിലേ ഉണ്ട്. സ്തോത്രം. ആദാമിനെ ഹൗവയും ഉണ്ടാക്കുമ്പോൾ തന്നെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. നല്ല രാമേൻ പറഞ്ഞാട്ടെ, നല്ല രാമേൻ പറഞ്ഞാട്ടെ. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർക്ക് പാപം എന്തെന്ന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. സ്തോത്രം പറഞ്ഞ് ആ പാപത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാനായി എന്റെ കർത്താവ് പരിശ്രമിക്കാൻ. ഒരു കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ് ആമുഖം പറഞ്ഞ് ഞാൻ അവിടെ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഏദൻ തോട്ടത്തിൽ ദൈവം കഴിക്കില്ലെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം അവർ കടിച്ച് ദൈവത്തിൽ നിന്നുള്ള കോപം അവരുടെ മേൽ കടന്നു വരുമ്പോൾ തന്നെ പാപം ചെയ്തതായ ആദാമും ഹവ്വയും തോട്ടത്തിൽ കയറി ഒളിക്കുക. തോട്ടത്തിൽ കയറി ഒളിച്ചപ്പോൾ അവിടെ വെച്ച് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ മറുപടി കഴിച്ചു എന്നുള്ളതല്ല, തെറ്റിനെയും കുറ്റത്തെയും മറ്റൊരാളിന്റെ ദേഹത്ത് പഴിചാരുകയായിരുന്നു. സ്തോത്രം. എല്ലാ തെറ്റും ദൈവത്തിനാണ്. എല്ലാ തെറ്റും ആർക്കായിരുന്നു? ദൈവത്തിന്. അവിടെ വെച്ച് പറഞ്ഞിരിക്കുന്ന മറുപടി ഇതാണ്, നീ എന്നോട് കൂടെ ഇരിക്കാൻ തന്നവളാണ് ഈ തെറ്റ് ചെയ്തത്. ഹലോ. കാരണം തെറ്റ് ചെയ്താൽ നമ്മൾ ആരും സമ്മതിക്കത്തില്ല. സമ്മതിക്കോ? നമ്മൾ ആരും തെറ്റ് ചെയ്താൽ സമ്മതിക്കാത്ത ആൾക്കാരാണ്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. പക്ഷെ എല്ലാ തെറ്റുകളും സ്വർഗത്തിലെ ദൈവം നന്നായിട്ടത് കാണുന്നുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ ആ തെറ്റുകൾ ചെയ്ത് അവർ തോട്ടത്തിൽ കയറി ഒളിച്ചു നിൽക്കുമ്പോൾ ആദാം തന്റെ ഹൗവയാകുന്ന തന്റെ ഭാര്യ അവിടെ ചേർത്ത് പിടിച്ചതൊരു വലിയൊരു ജയമായിട്ട് മാറി. സ്തോത്രം പറഞ്ഞാട്ട്. കാരണം അവർ ഒരുമിച്ച് നിന്നപ്പോൾ അവരെ സെറ്റ് ചെയ്യേണ്ട പരിപാടി സ്വർഗത്തിലെ ദൈവം ആസൂത്രണം ചെയ്തു. സ്തോത്രം പറഞ്ഞാട്ട്. കുടുംബജീവിതത്തെ തകർത്ത് കളയുവാനാണ് പിശാച് ആ തോട്ടത്തിനകത്തോട്ട് കയറി വന്നത്. പക്ഷെ പിശാചിന്റെ കയ്യിലോട്ട് അവരെ വിട്ടുകൊടുക്കാതെ ആദാം തന്റെ ഹൗവയെ, തന്റെ ഭാര്യയെ ചേർത്ത് നിർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ഇവരെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരുക്കണം. നല്ലൊരു ആമേൻ പറഞ്ഞാട്ട്.
അങ്ങനെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഒരുക്കുമ്പോൾ അവര് ദൈവം അവിടെ സംരക്ഷിച്ചൊരു രീതിയുണ്ട്. പാപം അവിടെ ഉള്ളിനകത്ത് കടന്നു വന്നപ്പോൾ അവർക്ക് ലജ്ജ തോന്നി, അവർക്ക് നാണം തോന്നി. അവരവിടെ ചെയ്ത ഒരു കാര്യം, അത്തിയെല്ലാം കൂട്ടി ഉണ്ടാക്കി, അവർ വസ്ത്രമുണ്ടാക്കി, അവർ നഗ്നത മറച്ചു. വെയിലടിച്ചപ്പോൾ അത് കരിഞ്ഞു മാറി. എന്നാൽ അവിടെ ഒരാടിനെ അറുത്തു, അതിന്റെ തോലിനെ ഉണക്കി അവർക്ക് വസ്ത്രം ഇടിവിച്ചവനാണ് എന്റെ സ്വർഗത്തിലോ ദൈവം. സ്തോത്രം പറഞ്ഞാട്ട് അവിടെ ഒരു ആടിനെ അറുക്കുമ്പോൾ അതിന്റെ തോലെടുത്ത് വസ്ത്രമിടുമ്പോൾ ആ തോല് കൊണ്ട് അവരെ പുതയ്ക്കുമ്പോൾ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ പിതാവായ ദൈവം വിഭാവന ചെയ്ത ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി അവൻ നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. നല്ലൊരു ആമേൻ പറഞ്ഞാട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ ഓരോ ഭാഗങ്ങളും നല്ല പൊരുത്തക്കേടുകൾ കാണുവാനായിട്ട് കഴിയത്തില്ല. അവിടെ വെച്ച് ദൈവം ഒരുക്കിയതാണ്. കാൽവരിയിൽ ഒരു നാൾ തന്റെ പുത്രന് എന്റെ കർത്താവ് യാഗമാക്കി മാറ്റും. നല്ല രാമേൻ പറഞ്ഞാട്ട് അവിടെ തകർന്നു പോയവരെ വീണ്ടെടുക്കുവാൻ കരുതി ദൈവം ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തതിന്റെ ഫലമായിട്ടാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് മറിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ നസ്രേനായ യേശു ക്രിസ്തു ഉൽപാദിതമായി. നല്ല രാമേൻ പറഞ്ഞാട്ട് കാരണം ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ആ വാക്ക് വായിച്ചാൽ അറിയാൻ പറ്റും, സ്ത്രീയുടെ സന്തതി. പുരുഷന്റെ ഇഷ്ടത്താലല്ല യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്, ദൈവത്തിന്റെ ഇഷ്ടത്താലത്രേ. നല്ല രാമേൻ പറഞ്ഞാട്ട് ദൈവത്തിന്റെ ഇഷ്ടത്താൽ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ദൈവം എന്തുകൊണ്ട് ആ പൂർണ്ണമായ അധികാരത്തോടും ശക്തിയോടും കൂടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. എന്നെ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഒരു വീട് പണിതു, ആ വീട്ടിൽ സ്റ്റെയർ കേസ് ഉണ്ടാകും. അത് നിങ്ങൾക്ക് കയറാനും ഇറങ്ങാനുമുള്ള ഒരു സ്റ്റെയർ കേസ് ആണ്. പക്ഷെ ഒരു ദിവസം നല്ലൊരു ആന ആ സ്റ്റെയർ കേസിൽ കൂടെ ഇറങ്ങി വന്നാൽ എന്ത് സംഭവിക്കും? ആ സ്റ്റെയർ കേസ് പൊളിഞ്ഞു തകരും, വീട് തകരും അല്ലേ? ശക്തനാകുന്ന ദൈവം, പറ ശക്തനാകുന്ന ദൈവം. സ്തോത്രം പറഞ്ഞാണ്, ശക്തനായ ദൈവം. ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വേദവസ്വം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം ഈ ഭൂമിയെ കയ്യിൽ പിടിച്ചിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആകാര വലുപ്പം നിങ്ങൾ ചിന്തിക്കണം. മറുഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പറഞ്ഞ സ്വർഗം തന്റെ സിംഹാസനം, ഭൂമി തന്റെ പാദപീഠം. സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിന്റെ ആകാര വലിപ്പത്തെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. സർവ്വവ്യാപിയായി, സർവജ്ഞാനിയായി, സർവശക്തനായിട്ട് നിൽക്കുന്നവനാണ് ദൈവം. സ്തോത്രം പറഞ്ഞാട്ട് ആ ദൈവം ഈ ഭൂമിയിലേക്ക് വരുവാനായി പദ്ധതി ഒരുക്കുമ്പോൾ തന്റെ പുത്രനെ അയക്കുകയാണ്. സ്തോത്രം. സകല മഹിമകളും അധികാരങ്ങളും ശക്തികളും പദവികളും എല്ലാം അവിടെ മാറ്റിവെച്ചിട്ട് ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്തോട്ട് കയറി വരികയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ത്രീയുടെ ഉദരത്തിൽ യേശു കയറി ജനിക്കുവാനുണ്ടായ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം പാപം തുടങ്ങിയത് സ്ത്രീയിലൂടെയാണ്. ആ സ്ത്രീയുടെ അകത്ത് യേശു ഉൽപാദിതമാകുമ്പോൾ അവരിലൂടെ പാപത്തെ കൂടെ ചുമന്നുകൊണ്ടാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത്. നല്ല രാമേൻ പറഞ്ഞാട്ട് എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? നല്ല രാമേൻ പറഞ്ഞാട്ട് ഞാൻ 1-2 കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഈ ജോസഫും മറിയയും വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോൾ തന്നെ ദൂതൻ വന്ന് പറയുകയാണ്, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണ്. ആ കുഞ്ഞിനെ നീ കളയില്ല, ആ കുഞ്ഞിനെ ഉപേക്ഷിക്കരുത്, അത് പരിശുദ്ധാത്മാവിനാണ് സംഭവിക്കുന്നത്. നല്ല രാമേൻ പറഞ്ഞാട്ടെ ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതി ഇട്ടുവെങ്കിലും അത് ദൈവത്താൽ സംഭവിച്ചതുകൊണ്ട് ആ ഗൂഢ പദ്ധതികളെ സ്വർഗത്തിൽ ദൈവം തകർത്ത് കളഞ്ഞു. നല്ല രാമേൻ പറഞ്ഞാട്ടെ അങ്ങനെ 2000 വർഷത്തിന് മുൻപ് എന്റെ കർത്താവ് കാലിത്തൊഴുത്തിൽ നമുക്ക് വേണ്ടി ജനിച്ചു. നല്ല രാമേൻ പറ. 30 വർഷക്കാലം മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ട് യേശു കർത്താവ് ജീവിച്ചു. അനേകം ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ്, യേശു കർത്താവ് നമ്മുടെ ഇന്ത്യയുടെ ഹിമാലയത്തിന്റെ അടിയിൽ എവിടെയോ തപസ് ചെയ്യാൻ വന്നു എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ വ്യക്തവും ശക്തവുമായ ചരിത്രരേഖകളുണ്ട്. തന്റെ മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുകയായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ട് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്റെ 30-ാമത്തെ വയസ്സിലായിരുന്നു. തന്റെ 30-ാമത്തെ വയസ്സിൽ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. നല്ല രാമേൻ പറഞ്ഞ് 30 വർഷക്കാലം എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവൻ ആരുടെ മകനാണ്? എല്ലാവരും പറഞ്ഞൊരു വാക്ക്, ഇവൻ ജോസഫിന്റെ മകനാണ്, ഇവൻ മറിയയുടെ മകനാണ്. യേശു കർത്താവ് 30 വർഷവും ചോദ്യത്തിന്റെ മറുപടികളൊന്നും യേശു പറഞ്ഞില്ല. എന്നാൽ 30-ാമത്തെ വയസ്സെത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിന് മറുപടി പറഞ്ഞു, ഇവൻ ജോസഫിൻ്റെതുമല്ല, ഇവൻ മറിയയുടേതുമല്ല, ഇവൻ എന്റെ പുത്രനാണ്.
ഓ, വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ട് ഇന്ന് രാത്രി കാലങ്ങളായി അനേകം ചോദ്യങ്ങളുടെ നടുവിൽ മറുപടി പറയാൻ കഴിയാത്തവരായി ഇതിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം വിളിച്ചു പറയുകയാണ്, നീ അതിന്റെ മറുപടി പറയണ്ട, നിനക്ക് വേണ്ടി മറുപടി പറയുന്നവര് കർത്താവ് ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ചോദ്യമുണ്ടെങ്കിൽ മറുപടി സ്വർഗത്തിൽ നിന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ അടിച്ചു ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അനേകം ചോദ്യങ്ങളുടെ നടുവിലാണ് ഒത്തിരി പേര് ഈ രാത്രിയിൽ ഇരിക്കുന്നത്. പക്ഷെ മറുപടി പറയാൻ വാക്കുകളില്ല. പക്ഷെ നിനക്ക് വേണ്ടി സ്വർഗം ഇടപെടും, നിനക്ക് വേണ്ടി സ്വർഗം സംസാരിക്കും, സ്വർഗം സംസാരിക്കും. ഓർത്ത് പറ, സ്വർഗം സംസാരിക്കും. അടുത്തൊരു കൈ കൊടുത്തവരാ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി സ്വർഗം ഇടപെടുന്നുണ്ട്. നല്ലൊരു ആമേൻ പറഞ്ഞ് യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഒന്നാമത്തെ രാത്രി കേട്ടു, കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ കനാന്റെ ശാപത്തിന്റെ കെട്ടുകള് പൊട്ടിക്കുവാൻ കനാന്റെ കുടുംബത്തിൽ എന്റെ കർത്താവ് കയറി വന്നു. നല്ല രാമേൻ പറഞ്ഞാട്ട് അടുത്ത് നിങ്ങൾ കേട്ട ഒരു കാര്യം ഇതായിരുന്നു, യേശു കർത്താവ് ഹല്ലേലൂയ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. നിറമില്ലാത്തതിന് നിറം കൊടുത്തു, മണമില്ലാത്തതിന് മണം കൊടുത്തു, വിലയില്ലാത്തതിന് വിലയും കൊടുത്തവനാണ് എന്റെ കർത്താവ്. നല്ല രാമേൻ പറഞ്ഞാട്ട് അങ്ങനെ കർത്താവ് വീട്ടിൽ പോലും കയറി അത്ഭുതങ്ങൾ ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. നല്ല രാമേൻ പറഞ്ഞാട്ട് ഈ കർത്താവ് 3.5 വർഷക്കാലം തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്തിട്ട് താൻ മരിച്ചു, താൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം പറഞ്ഞാട്ട് മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിനെ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. നല്ല രാമേൻ പറഞ്ഞേ, യേശു ദൈവപുത്രനായ ക്രിസ്തു. എല്ലാവരും പറ, യേശു ദൈവപുത്രനായ ക്രിസ്തു. എല്ലാവരും പറ, യേശു ദൈവപുത്രനായ ക്രിസ്തു. ശരണപത്ര ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു തരാം. ഒരു വചനവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ശ്രദ്ധിച്ചാട്ടെ. ഇത് എക്സാമ്പിൾ, ഞാൻ യേശു ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നെ തൊട്ട് നോക്കാൻ പറ്റും അല്ലേ? എനിക്ക് കണ്ണുണ്ട്, എനിക്ക് തിരിച്ചു പറയാം, ഇദ്ദേഹം യേശു ആണ് എങ്കിൽ എളുപ്പമുള്ളൂ. ഇദ്ദേഹം യേശു ആണ്, പക്ഷെ തൊടാൻ കഴിയുന്നു, സംസാരിക്കാൻ കഴിയുന്നു, കേൾക്കുന്നുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, എല്ലാം ഉണ്ട്, നടക്കുന്നു ഇല്ലേ? മനുഷ്യനെ പോലെയാണ്. സ്വതന്ത്രം പറഞ്ഞാട്ട് 3.5 വർഷക്കാലം ശിഷ്യന്മാര് കണ്ടതും ലോകം കണ്ടതും അവരുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. സ്തോത്രം പറഞ്ഞാട്ടെ, ഒന്നുകൂടെ പറയാം, 3.5 വർഷക്കാലം ലോകം കണ്ടത് അവരെ കൂടെ നടക്കുന്ന യേശുവായിട്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവർക്ക് ജീവൻ കൊടുത്തു, പാപികളെ സ്നേഹിച്ചു, ചുങ്കക്കാരെ സ്നേഹിച്ചു. ഇതെല്ലാം ലോകം കണ്ടതാണ്. സ്തോത്രം പറഞ്ഞാട്ട് എന്നാൽ ആ യേശു കർത്താവ് മരിക്കുകയാണ്. എന്തിനു വേണ്ടി മരിച്ചു? എന്റെയും നിന്റെയും ശാപത്തിന്റെയും പാപത്തിന്റെയും സകല വിഷയത്തിന്റെയും പരിഹാരകനായിട്ട് യേശു കർത്താവ് കാൽവരിയിൽ മരിക്കുകയാണ്. നല്ല രാമേൻ പറഞ്ഞാട്ടെ, നല്ല രാമേൻ പറഞ്ഞാട്ടെ. ഒത്തിരി ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഇതാണ്, നാട്ടുകാര് തല്ലിക്കൊന്ന യേശുവിനെ നീ എന്തിനാണ് ആരാധിക്കുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. അവനെ തൊടാൻ പോലും കഴിയത്തില്ല, അവൻ സ്വയമായി ഏൽപ്പിച്ചു കൊടുത്തതാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. വേദപുസ്തകത്തിൽ ഒരു വചനം ഇപ്രകാരമുണ്ട്, യേശുവിനെ പിടിക്കുവാനായി 300 600ഓളം പടയാളികൾ വരുമ്പോൾ യേശു ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആ ഒറ്റ നോട്ടത്തിൽ 600 പടയാളികൾ അതേ അന്ധന്മാരായി നിലത്ത് വീണു. യേശുവിന് വേണമെങ്കിൽ രക്ഷപ്പെട്ടു പോകാമായിരുന്നു, അത്രത്തോളം ശക്തനാണ് നസ്രയനായ യേശു. ഒരു സ്തോത്രം പറഞ്ഞാട്ട് യേശു അവിടെ രക്ഷപ്പെട്ടു പോകാതെ ജനത്തെ നോക്കി പറഞ്ഞ ഒരു കാര്യം, ലോകത്തെ നോക്കി പറഞ്ഞ കാര്യം, ഇതാ മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാമോ എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തതാ. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ പൈതലും. യേശുവിനെ കുറിച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ എളുപ്പം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, പാപം ചെയ്തു, ഈ ലോകത്തില് ആർക്കും വേണ്ടാത്തവനായി, ആർക്കും കൊള്ളരുതാത്തവനായി ഞാൻ മാറി. മറ്റൊന്ന്, പിടിക്കപ്പെടാത്ത ഒരുപാട് തെറ്റുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അല്ലേ? എക്സാമ്പിൾ, ഒരു വ്യക്തി, എക്സാമ്പിൾ എന്നെ തന്നെ എടുക്കുക, ഒരു കൊലപാതകം ചെയ്തു, ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അങ്ങനെ തൂക്കുകയറിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ വേറൊരാൾ കടന്നു വരികയാണ്. ഞാൻ കുറ്റം സമ്മതിച്ചിട്ടില്ല, ഈ കുറ്റം ചെയ്ത ആള് കുറ്റം എന്ത് ചെയ്തിട്ടില്ല,
നമ്മളും അങ്ങനെയല്ല. ആദ്യം പറഞ്ഞതുപോലെ കുറ്റം ചെയ്യത്തില്ല, പക്ഷെ കുറ്റം ചെയ്തു എന്നുള്ളത് ശരിയാണ്. കണ്ടുപിടിക്കപ്പെട്ടു, തെളിവുകൾ ഉണ്ടായി, അങ്ങനെയാണ് വധശിക്ഷയ്ക്ക് വേണ്ടി വരുന്നത്. അങ്ങനെ തൂക്കുകയറിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് പറയുകയാണ്, ഈ ആള് തെറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ? ഈ ആള് തെറ്റ് ചെയ്തിട്ടില്ല. ഈ ആള് തെറ്റ് ചെയ്യാതെ വേറൊരാൾ, ഈ ആള് തെറ്റ് ചെയ്തിട്ടില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. എന്നിട്ട് ഇയാൾ പറയുകയാണ്, യേശുവാണ്, യേശു എന്ന് പറയുകയാണ്, ഞാനാണ് തെറ്റ് ചെയ്തത്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, എൻ്റെ കഴുത്തില് തൂക്കുകയറ് ഇദ്ദേഹത്തിന്റെ കഴുത്തിലോട്ട് പോകും. സ്തോത്രം പറഞ്ഞാട്ടെ. എത്ര പേർക്ക് മനസ്സിലാവും? വളരെ സിമ്പിളാണ്. കാരണം എൻ്റെ ശിക്ഷയെ ഇദ്ദേഹം ഏറ്റെടുക്കുകയാണ്. എൻ്റെ ശിക്ഷയെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുക്കുക ചെറിയൊരു കാര്യമല്ല. കാരണം ഇയാൾ മരണപ്പെടും. ഇയാൾ എന്ത് ചെയ്യും? എനിക്ക് പകരമായി ഇയാൾ മരണപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ഈ കർത്താവ് എൻ്റെ ശിക്ഷയെ, എൻ്റെ പാപത്തെ, എൻ്റെ തെറ്റിനെ ഏറ്റെടുത്തിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹം കയറി നിൽക്കും. എന്നിട്ട് പറയും, എന്നെ ഒന്ന് തൂക്കിക്കോ. നിങ്ങളാരും ഇവിടെ കൂടെ ഇല്ലല്ലോ. അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, യേശു പറയുകയാണ്, എന്നെ എന്ത് ചെയ്തോ? തൂക്കിക്കൊന്നോ, ഇവനെ വെറുതെ വിടുക. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പൈതലെ, കാൽവരിയിൽ സംഭവിച്ച ഒരു കാര്യം ഇതാണ്. എൻ്റെ പാപം, എൻ്റെ ശാപം, എൻ്റെ തെറ്റ്, എൻ്റെ ക്രമംകെട്ട ജീവിതം എല്ലാം യേശു എടുത്തുകൊണ്ടാണ് അവൻ ക്രൂശിലേക്ക് കയറിയത്. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമേൻ പറഞ്ഞാട്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന യേശു ഒരു സാധാ വ്യക്തിയല്ല. ആരും എനിക്കും നിനക്കും വേണ്ടി മരിച്ചിട്ടില്ല. അങ്ങനെ ജീവൻ കൊടുത്ത് ആരും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല. ജീവൻ കൊടുത്ത് സ്നേഹിച്ച ഒരേ ഒരാള്, അത് യേശുവാണ്. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ട്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതം, എക്സാമ്പിൾ, എനിക്കിപ്പോൾ 45 വയസ്സ് പ്രായമുണ്ട്. 45 വയസ്സിൽ ഒരുത്തന്റെ ജീവിതം തീർന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് പറയുകയാണ്, ഇല്ല, 45 കഴിഞ്ഞും നിനക്ക് തുടരുവാൻ കഴിയും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരോടോ സ്വർഗം പറയുകയാണ്, നിന്റെ ജീവിതം തീരുകയല്ല, നിന്റെ ജീവിതം തുടരുകയാണ്. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞ്. എവിടെയെങ്കിലും തീരാനുള്ളതല്ല ദൈവത്തിന്റെ പൈല. നിന്റെ ജീവിതം തുടരാനുള്ളതാണ്. അത് ക്രിസ്തുവിൽ തുടരുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ട്. ഇനി എന്നെ ശ്രദ്ധിച്ചോ. എന്നിട്ട് ഞാൻ വചനത്തിലേക്ക് കയറാം. ശ്രദ്ധിച്ചോ. ഈ വ്യക്തി മരിച്ചു. യേശു മരിച്ചിട്ട് അടക്കം ചെയ്തു. ലോകത്തിലെ അന്നത്തുള്ള ഏറ്റവും വലിയ സാമ്രാജ്യം റോമൻ സാമ്രാജ്യമായിരുന്നു. ആ റോമൻ സാമ്രാജ്യം യേശുവിനെ ക്രൂശിച്ചു. സ്തോത്രം. അവൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കല്ലറയിൽ കൊണ്ട് അടക്കം ചെയ്തു. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാവരെയും അടക്കം ചെയ്യുന്നത് പോലെ യേശുവിനെ അടക്കം ചെയ്തു. പക്ഷെ കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞിട്ട് മരിച്ച ഒരാള് ആർക്കും ഒതുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയുക. മരിച്ച ഒരാള്, എല്ലാവരും പറഞ്ഞു മരിച്ചപ്പോ ഒതുങ്ങിയെന്നില്ല. മരിച്ച ഒരാള് ഒതുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. വേദപുസ്തകം പറയുന്നതനുസരിച്ച് യേശു മരിച്ചു. അതിനുശേഷം അവൻ എന്ത് ചെയ്തു? പാതാളത്തിലേക്ക് ഇറങ്ങി. ആർക്കും പോകാൻ കഴിയാത്ത ഇടത്ത് കർത്താവ് ഇറങ്ങി. പാതാള പ്രതീക്ഷയിലായിരുന്നവിടുത്തെ സുവിശേഷം പറഞ്ഞു. അവരെയും പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം പറഞ്ഞാട്ട്. ഇതിന്റെ വിഷയമായി കിടക്കുന്ന കാര്യമില്ല, പക്ഷെ വിഷയത്തിൽ കയറണമെങ്കിൽ ഇത് പഠിച്ചാലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് യേശു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എല്ലാവർക്കും കാണാൻ പറ്റിയില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. 3.5 വർഷക്കാലം നടന്ന യേശുവിനെ എല്ലാവർക്കും കാണാം. പക്ഷെ 3.5 വർഷം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. ആ വെളിപ്പാട് അതുപോലെ സ്വീകരിച്ചോ. അതുപോലെ നിങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി ക്രിസ്തു എന്നുള്ള വെളിപ്പാട് വീഴട്ടെ. വചനം ഇപ്രകാരം പറയുന്നു. യഹൂദന്മാരെ പേടിച്ച്
വാതിൽ അടച്ചിരിക്കുമ്പോൾ യേശു അകത്തു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഒരു വീടിന്റെ വാതിലടച്ചാൽ ആർക്കും വീട്ടിനകത്ത് കയറാൻ കഴിയത്തില്ല. പക്ഷെ യേശു അകത്ത് കയറി. സ്തോത്രം പറഞ്ഞാട്ട്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവായി വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ അല്ലെങ്കിൽ മനുഷ്യപുത്രനാകുന്ന യേശു ഇപ്പോൾ ആത്മശരീരമുള്ളവനായി മാറി. സ്തോത്രം പറഞ്ഞാട്ട്, എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? വചനം പറയുന്നു, ദൈവം ആത്മാവാകുന്നു. സ്തോത്രം പറഞ്ഞാട്ട്, ദൈവം ആത്മാവാകുന്നു. ഇവിടെ പുത്രൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് സ്വയം ഇതാ യാഗമായി മാറിയിട്ട് ഇപ്പോൾ ദൈവം ആത്മാവായി വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഇതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല, ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. അതാ വചനം പറയുന്നത്, യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുമ്പോൾ യേശു അകത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. സ്തോത്രം പറഞ്ഞാട്ട്, യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ലോകം എന്നെ കാണത്തില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. ഓ, എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? ഇന്ന് രാത്രിയിൽ ലോകക്കാർക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റുന്നു, നിങ്ങൾക്ക് യേശുവിനെ അനുഭവിക്കാൻ കഴിയുന്നു. ഓ, സ്തോത്രം പറഞ്ഞാട്ട്, ഇവിടെ ഇതാ യേശു ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ടപ്പോൾ ജഡശരീരം മാറി ആത്മശരീരമായി മാറി. നമുക്കും ആത്മശരീരമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ട്, ഒരു ഹ്യൂമൻ ബോഡി, ഒരു മനുഷ്യന്റെ ശരീരം, ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 പാർട്ടാണ് അതിനകത്തുള്ളത്. ഒരു മുട്ടയുടെ വെള്ളക്കരു, മഞ്ഞക്കരു, പുറന്തോടുള്ളത് പോലെ. സ്തോത്രം പറഞ്ഞാട്ട്, നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ട്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, 3.5 വർഷക്കാലമുള്ള യേശു, അതിനെ നിങ്ങൾ വിട്ടേക്കുക. യേശു ഇപ്പോൾ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ് യേശു ഇപ്പൊ ക്രിസ്തുവായി വെളിപ്പെട്ട് നിൽക്കുക. അയ്യോ, എന്റെ കൂടെ വാ, എന്റെ കൂടെ. രണ്ട് ഒരാളാണ്. ഇപ്പോൾ അതിന് പറയുന്ന പേര് ക്രിസ്തു. ഒരു സ്തോത്രം പറഞ്ഞേ, എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആകരുത്. അപ്പൊ ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരുപാട് അത്ഭുതങ്ങൾ അത്ഭുതം ചെയ്തോ ഇല്ലേ? 3.5 വർഷക്കാലം ചെയ്തതുപോലെ ശിഷ്യന്മാരുടെ നടുവിൽ അത്ഭുതം ചെയ്തു. ശീമോൻ പത്രോസ് പഴയ വള്ളവും വലയും എടുത്തോണ്ട് പോയി. യേശു അവിടെ പോയി വീണ്ടും അത്ഭുതം ചെയ്തു. അപ്പൊ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപും അത്ഭുതം ചെയ്തു, ഉയർത്തെഴുന്നേറ്റ ശേഷവും യേശു അത്ഭുതം ചെയ്തു. അതിനർത്ഥം ഇന്നും അത്ഭുതം ചെയ്യാൻ കഴിയും, ഇന്നും നിന്നെ വിടുവിക്കാൻ കഴിയും, ഇന്നും നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. അന്ന് തുടങ്ങിയ പ്രവൃത്തി ഇന്നും തീർന്നു പോയിട്ടില്ല, ഇന്നും അത് നടക്കുന്നുണ്ട്. കർത്താവിന്റെ വരവ് വരെയും അത് നടക്കും. ഒരാമേൻ പറഞ്ഞ്, നല്ല രാമേൻ പറഞ്ഞ്. മറിയ വന്ന് യേശുവിനെ തൊടാൻ നോക്കിയ. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. പക്ഷെ കയറിപ്പോയി, സബ്മിറ്റ് ചെയ്തു. അതൊക്കെ വേറെ വെളിപ്പാട്, അങ്ങോട്ട് പോകുന്നില്ല. സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നതിന് ശേഷം മറിയോട് പറഞ്ഞു, എന്നെ തൊട്ടോ. കാരണം ഉയർത്തെഴുന്നേറ്റിട്ട് 11 ശിഷ്യന്മാർക്ക് വിശ്വാസമില്ല. ഹലോ, നമ്മളെ പോലെയാ. വചനം കേൾക്കുമ്പോ വിശ്വാസം, വീട്ടിൽ പോകുമ്പോ വിശ്വാസം ഇല്ല. വചനം കേൾക്കുമ്പോ വിശ്വാസം, രോഗം വരുമ്പോ വിശ്വാസം ഇല്ല. വചനം കേൾക്കുമ്പോൾ വിശ്വാസം, പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസം ഇല്ല. ഹലോ, നമ്മൾ ശിഷ്യർ ഒരുപോലെയായിരുന്നു. സ്വതന്ത്രം 3.5 വർഷക്കാലം കൂടെ നടന്ന് വചനം പറഞ്ഞിട്ട് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞ് വിശ്വസിക്കാൻ തയ്യാറായോ? കർത്താവ് ഇവരെ വിശ്വസിപ്പിക്കുക. തോമാസേ, വിലാപ്പുറത്ത് ഒന്ന് ആലോചിച്ചോളൂ എന്റെ കർത്താവിന്റെ അവസ്ഥ. തന്റെ കുപ്പായം പൊക്കി കാണിച്ചു കൊടുത്തു, ഒന്ന് വിരലിട്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, ആ കയ്യിലൊന്ന് വിരലിട്. കാരണം വിശ്വാസം ഇല്ലാത്തോണ്ട്. ഒരു സ്വത്രം പറ. കാരണം അറിയാമോ, തോമാസേ, നീ ഇന്ത്യയിലേക്ക് പോകാനുള്ളവനാ. നീ ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ വിശ്വാസം ഇല്ലാതെ നീ ഇന്ത്യയിലോട്ട് പോയിട്ട് ഒരു പ്രയോജനമില്ല, ഒരു ഭാവി മാനസാന്തരപ്പെടത്തില്ല. ഞാനൊക്കെ ഒത്തിരി കമ്പനികളിൽ വർക്ക് ചെയ്ത് വലിയ കമ്പനിയുടെ ഏരിയ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ ഒരു സമയത്ത് ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രകാരം ഞങ്ങളുടെ കമ്പനിയുടെ MD പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, മഞ്ഞുമലയിൽ പോയി ഒരു കോഫി വിൽക്കാൻ ആരുടെയും സഹായമില്ല. ആൾക്കാർ വന്ന് എന്ത് ചെയ്യും? കുടിക്കും. പക്ഷെ മഞ്ഞുമലയിൽ പോയി ഐസ്ക്രീം വിൽക്കണമെങ്കിൽ, ഓ,
എന്റെ കൂടെയില്ലല്ലോ നിങ്ങള്. പിടികിട്ടിയവർക്കായി സ്തോത്രം പറയുന്നു. കാരണം നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രം അറിയാം. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി യേശുവിനെ കുറിച്ച് പറയണമെങ്കിൽ ഫെയ്ത്ത് ഇല്ലാതെ പറ്റത്തില്ല, അവനെ വിശ്വസിക്കാതെ പറ്റത്തില്ല. അതുകൊണ്ട് തോമാസിനോട് നേരത്തെ പറഞ്ഞില്ല നീ ഇന്ത്യയിലേക്ക് പോകാനുള്ളവനാണെന്ന്. പക്ഷെ ദൈവം വിളിച്ചപ്പോഴേ ദൈവത്തിന്റെ പദ്ധതി ഇന്ത്യയിലേക്ക് നീ പോണം. ഒരു സ്തോത്രം പറഞ്ഞാട്ട് അങ്ങനെ തോമാസ് ഇന്ത്യയിലേക്ക് വന്നു. ആ സുവിശേഷം ഇന്ന് രാത്രിയിൽ പാച്ചിറയിൽ വന്ന് നിൽക്കുക. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. കാരണം സുവിശേഷത്തിന്റെ വാതിലടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. അടച്ച ഇടങ്ങളിലെല്ലാം സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞ്, നല്ല രാമേൻ പറഞ്ഞ് ഹല്ലേലൂയ. ആ കരങ്ങളെ അടിച്ചു ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ഒരുപാട് ഉപവാസ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്, ഇരുന്നവരാ. പക്ഷെ വിടുതലുകൾ ഉണ്ടായിട്ടില്ല, അത്ഭുതങ്ങൾ നടന്നിട്ടില്ല. ശ്രദ്ധിച്ചോ, വചനവും ക്രിസ്തുവും വിശ്വാസവും ഇല്ലാതെ കയറിയിട്ട് ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതാണ്, 11 ശിഷ്യന്മാരെയും വിശ്വാസത്തിലേക്ക് കർത്താവ് കയറ്റി. 11 പേരെയും അത്ഭുതങ്ങൾ കാണിച്ച്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ലാസ്റ്റിൽ നമുക്കറിയാം, ശീമോൻ പത്രോസ് വള്ളവും വല എടുത്തോണ്ട് പോയി, ഒന്നും പിടിച്ചില്ല. പക്ഷെ കർത്താവ് വീണ്ടും അത്ഭുതം ചെയ്തു. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തള്ളി പറഞ്ഞവനെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ച്. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇനി നീ എന്നെ വിശ്വസിച്ചോ? ഇനി നീ എന്നെ ഉയർത്തെഴുന്നേറ്റ എന്നെ യേശു എന്നുള്ള അളവിലല്ല, ക്രിസ്തു എന്ന അളവിൽ നീ എന്നെ കൈക്കൊള്ളണം. ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, 3.5 വർഷക്കാലം നടന്ന കണ്ട യേശുവിന്റെ ഒരു ഇമേജ് അകത്തുണ്ട്. എന്താകത്തുണ്ട്? യേശുവിന്റെ ഒരു ഇമേജ്, രൂപം അകത്തുണ്ട്, അല്ലേ? പക്ഷെ കർത്താവ് പറയുകയാണ്, എടാ പത്രോസേ, എനിക്ക് നിന്റെ അകത്തോട്ട് കയറണം. എന്റെ കൂടെ ഉണ്ടോ? എങ്ങനെ? ഇപ്പൊ ഞാൻ യേശുവും ഇദ്ദേഹം പത്രോസുവാ. ഞാൻ യേശുവും ഇദ്ദേഹം. ശ്രദ്ധിച്ചോ, അപ്പൊ യേശു പറയുകയാണ്, എനിക്ക് നിന്റെ അകത്തോട്ട് കയറണം. അപ്പൊ ചോദിക്കും, എങ്ങനെ കയറും? ഒന്ന് കയറിക്കോ, അകത്തോട്ട് കയറിക്കോ. ഹലോ, എന്റെ കൂടെ ഉണ്ട്. എത്ര ശ്രമിച്ചാലും ഈ പത്രോസിന് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ശരിയല്ലേ പറഞ്ഞ കാര്യം? ഒന്നുകൂടെ ശ്രമിക്ക്, കയറാൻ പറ്റുമോ നോക്ക്. നല്ല ശ്രമിച്ചു നോക്ക്. എത്ര ശ്രമിച്ചിട്ട് അകത്ത് കയറാൻ പറ്റുന്നില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെയാണ് യേശു ആത്മാവായി ആത്മശരീരമായി നിൽക്കുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആത്മശരീരത്തിന് ഒരു വ്യക്തിയുടെ അകത്തേക്ക് കയറാൻ കഴിയും. ഓ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? അതാണ് ഈ വചനം പറയുന്നത്. യേശുവിനെ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം. എത്ര പേർക്ക് അത് കത്തുന്നു? ഞാൻ 1ാമത്തെ ദിവസം എടുത്തു. ജീവൻ എന്താണ് കണക്ട് ചെയ്യാൻ പോവുക. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആ വാക്കുണ്ടോ? വിശ്വാസമില്ലാതെ അകത്തോട്ട് കയറത്തില്ല. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു, ദേഹം, ദേഹി, ആത്മാവാണ് ഒരു മനുഷ്യന്റെ ശരീരം. ആത്മാവുമായിട്ട് ചേരും. അങ്ങനെ കുറച്ചുകൂടെ ആത്മാവുമായിട്ട് ചേരും. പച്ചവെള്ളവും വെളിച്ചെണ്ണയും മിക്സ് ആക്കിയാൽ രണ്ടും 2 സൈഡ് കിടക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എണ്ണയും മിക്സ് ആക്കിയാൽ മിക്സ് ആവും. വെള്ളം മിക്സ് ആക്കിയാൽ. അപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ അകത്തോട്ട് കയറണം. ആർ യു റെഡി? ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ റെഡിയാണോ? അതാണ് യേശു പറഞ്ഞ, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം ആത്മശരീരത്തിന് നമ്മുടെ അകത്തേക്ക് കയറാൻ പറ്റും. പിടിയിട്ടവർക്കായി സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എന്റെ കൂടെ ഉണ്ടോ? ഞാൻ ശരണപുത്രരെ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം, കർത്താവ്, ഈ ഉയർത്തെഴുന്നേറ്റ ശേഷം ലോകത്തിൽ ഒന്ന് ഇറങ്ങി നടന്നെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും യേശുവിനെ വിശ്വസിച്ചേനെ, അല്ലേ?
എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ആദ്യം എന്നെ കണ്ട് അറിഞ്ഞ് വിശ്വസിക്കുന്നവൻ വിശ്വസിച്ചാൽ മതി. ഇനി അടുത്ത് വിശ്വസിക്കണമെങ്കിൽ നിന്നിലൂടെ അവൻ വെളിപ്പെടും. ഓ പ്രീതിയവർക്കായി സ്തോത്രം. എന്നിലൂടെയും നിന്നിലൂടെയും എന്റെ കർത്താവിന് വെളിപ്പെടാൻ ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ട് ഈ ഒരു വെളിപ്പാട് നിന്റെ അകത്തേക്ക് കയറട്ടെ. ഈ പകൽക്കാലം ശ്രദ്ധിച്ചോ, ഈ വാക്കിനകത്ത് ഒരു വലിയ വിടുതൽ കിടക്കുന്നു, വലിയ അത്ഭുതം കിടക്കുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ മണിക്കൂറുകളിൽ നിങ്ങളിലേക്ക് അത് വ്യാപരിക്കാൻ പോവുകയാണ്. യേശു ഇവിടെ പറഞ്ഞ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചോ. യേശുവിനെ, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്താൽ ക്രിസ്തു നിന്റെ അകത്ത് വരണം. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അതിൽ അടുത്ത പറഞ്ഞ വാക്കിങ്ങനെയാണ്, അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. എനിക്ക് ഓൾറെഡി ഒരു ജീവനുണ്ട്. പക്ഷെ യേശുവിന്റെ ജീവൻ കൂടെ എന്റെ അകത്ത് കയറിയാൽ നിങ്ങളുടെ അകത്തോട്ട് കത്താൻ പോവുകയാണ്. യേശുവിന്റെ ജീവന്റെ പ്രത്യേകത ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ ഭാഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പോയിരുന്നോ, ഞാൻ വിളിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു ഭാഗത്തിലേക്ക് പോവുകയാണ്. യേശു കർത്താവ് അത്ഭുത മന്ത്രിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. യേശു വീരനായ ദൈവമാണ്, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. അവന്റെ രാജ്യത്തിന്റെ വർധനവിന് അവസാനം ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രിയിലും പാച്ചിറയിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, നല്ല രാമേൻ പറഞ്ഞാട്ടെ. എനിക്കറിയാം ഈ അന്തരീക്ഷം ദൈവസാന്നിധ്യത്താൽ നിറയപ്പെട്ട് കിടക്കുക. ഈ ജീവനെ നിങ്ങൾ പ്രാപിക്കുന്നതിന് മുൻപ്, അതിലോട്ട് കയറുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് വേഗത്തിൽ ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. മർക്കോസ് 5-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. എന്റെ കുഞ്ഞു മകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. സ്വതന്ത്രം പറഞ്ഞാട്ടെ. യായിറോസ് എന്ന് പറയുന്ന ഒരപ്പൻ തന്റെ മകൾക്ക് രോഗം വന്നപ്പോൾ ആ രോഗത്തിന്റെ അവസ്ഥയിൽ അപ്പൻ യേശുവിനോട് പറയുകയാണ്, നീ വന്ന് ഒന്ന് എന്റെ മകളുടെ മേൽ കൈവച്ചാൽ അവൾ രക്ഷപ്പെടും. അതിനർത്ഥം യേശു ക്രിസ്തുവിലൂടെ രക്ഷയുണ്ട്. യേശുവിലൂടെ എന്തുണ്ട്? രക്ഷയുണ്ട്. ഒന്നുകൂടെ മാറ്റി പറഞ്ഞാൽ രക്ഷപ്പെടും. പറ, കുറച്ച് പറ, എല്ലാവരും പറ, രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ യേശുവിൽ നീ ആയാൽ നീ രക്ഷപ്പെട്ടു. ഹലോ ഹലോ, യായിറോസ് പറഞ്ഞ വാക്കിതാണ്, വന്ന് കൈവച്ചാൽ രക്ഷപ്പെടും. പക്ഷെ യേശു നിന്റെ ഉള്ളിൽ വന്നാൽ നീ രക്ഷപ്പെടും. കിട്ടിയില്ല 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 എന്ന് പറയാം. യേശു നിന്റെ ഉള്ളിൽ വന്നാൽ നീ രക്ഷപ്പെടും. ഇന്ന് രാത്രി മീറ്റിംഗിൽ വന്നിരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുടെ പ്രത്യേകത, എനിക്ക് എങ്ങനെ രക്ഷപ്പെടണം, അല്ലേ? രക്ഷപ്പെടണം, എനിക്ക് വിടുതൽ വേണം, ഇല്ലേ? എനിക്ക് ഉയർച്ച വേണം, അല്ലേ? ഇന്ന് രാത്രി ആ ദൂതനെ അതുപോലെ എടുത്തോ. യേശു ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി? നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ. അപ്പന്റെ സാക്ഷ്യം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. നിന്റെ കുടുംബം ഇന്ന് രാത്രി രക്ഷപ്പെടാൻ പോവുകയാണ്. നിന്റെ കുടുംബം രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പൻ പറഞ്ഞ വാക്കിതാണ്, രക്ഷപ്പെട്ട് ജീവിക്കും. അതിനർത്ഥം യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ, യേശു നിന്നെ തൊട്ടാൽ, ഇന്നലകളിൽ ജീവിച്ചതുപോലെയല്ല നീ ജീവിക്കാൻ പോകുന്നത്. വ്യത്യസ്തനായി നീ മാറാൻ പോകുക. ഓ യേശുവേ, നല്ല രാമേൻ പറഞ്ഞ്, നല്ല രാമേൻ പറഞ്ഞ്. അപ്പന്റെ വിശ്വാസം കണ്ടോ? രക്ഷപ്പെട്ട് ജീവിക്കുമെന്ന്. രക്ഷപ്പെട്ട്. പക്ഷെ യേശു പോകുന്ന യാത്രക്കിടയിൽ വേറൊരാൾ യേശുവിനെ പിടിച്ചു നിർത്തി.
ഒരു സ്തോത്രം പറഞ്ഞേ. അങ്ങനെ ആ വീട്ടിൽ പോകാൻ യേശു ഒത്തിരി വൈകി. പക്ഷെ ആ പെങ്കൊച്ചു വളരെ സീരിയസ് ആയിട്ട് കിടക്കുക. പോകുന്ന യാത്രക്കിടയിൽ രക്തസ്രാവക്കാരി യേശുവിനെ പിടിച്ചു നിർത്തി. സ്തോത്രം പറഞ്ഞാട്ടെ. അവൾ പറഞ്ഞ, കർത്താവേ, പോകുന്നതിന്റെ ഇടയിൽ എനിക്ക് കൂടെ ഒരു വിടുതൽ തന്നിട്ട് വേണം പോകാൻ. അങ്ങനെ യാത്രക്കിടയിൽ 12 വർഷമായി രക്തസ്രാവം പിടിച്ചവൾ സൗഖ്യമായി. ഓ ആമേൻ. നല്ല രാമേൻ പറ, നല്ല രാമേൻ പറ, നല്ല രാമേൻ പറ. യേശുവിനെ തൊട്ടാലും യേശു തൊട്ടാലും അത്ഭുതമാണ്. യേശു തൊട്ടാലും യേശുവിനെ തൊട്ടാലും ഇന്ന് രാത്രി അത്ഭുതമാണ്. പക്ഷെ ഇവിടെ ഒരു വിടുതൽ നടക്കുമ്പോൾ യായിറോസിന്റെ മകൾ മരണപ്പെട്ട് കഴിഞ്ഞു. ആ സമയത്ത് യേശു വീട്ടിലേക്ക് പോകുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, എന്തിനാണ് യേശുവിനെ അസഹ്യപ്പെടുത്തുന്നത്? ഒരു സ്തോത്രം പറഞ്ഞേ. കുഞ്ഞു മരിച്ചുപോയി, ഇനി ആ വീട്ടിൽ വന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതിൽ ഒരു വാക്യം എടുത്ത് വായിക്കാം. മർക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. എന്നെ കൂടെ വാ, എന്നെ കൂടെ വാ. യേശു ആ വാക്ക്, നമ്മൾ ഒരുപാട് വാക്കുകൾ കാര്യമാക്കി നടക്കുന്നവരാ. പക്ഷെ നിങ്ങൾ കാര്യമാക്കിയ എല്ലാ വാക്കുകളും യേശു പറയുന്നു നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യണ്ടാന്ന്. ഓ, കിട്ടുന്നോ കിട്ടുന്നോ കിട്ടുന്നോ? ആ ദൂത് കിട്ടുന്നോ? ഏതൊക്കെ കാര്യങ്ങൾ കേട്ട് തകർന്നിരിക്കുന്നു നിന്നെ നോക്കി സ്വർഗം പറയുന്നു, അതിനെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. നീ കേട്ടതായ വാക്കുകൾ, നീ കേട്ടതായ പരദൂഷണം, നീ കേട്ടതായ അപമാനം, ഇതിനെ ഒന്നും നീ കാര്യാക്കണ്ട. നിന്റെ സാഹചര്യങ്ങളെ നീ കാര്യാക്കണ്ട. ഹലോ, എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. എങ്കിലും ഈ വചനത്തിലോട്ട്, ഈ ജീവനിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഈ ജീവനിലോട്ട് കയറണമെങ്കിൽ ഈ വചനം മനസ്സിലാക്കണം. ഇന്ന് രാത്രി നിങ്ങൾ കാര്യമാക്കിയ പല വിഷയങ്ങളും യേശു പറയുന്നു കാര്യമാക്കണ്ട. ഒന്നുകൂടെ പറയാം, നിങ്ങൾ കാര്യമാക്കിയ ചില വിഷയങ്ങൾ സ്വർഗത്തിലെ കർത്താവ് പറയുന്നു നിങ്ങൾ അതിനെ കാര്യമാക്കണ്ട. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ട്, യേശു കാര്യമാക്കേണ്ടത് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തോ വെളിപ്പെടാൻ പോവുകയാ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. കർത്താവ് പറഞ്ഞു പള്ളിപ്രമാണിയോട്, യായിറോസ് ഭയപ്പെടേണ്ട. അടുത്തവർക്ക് കൈ കൊടുത്ത് പറ, ഭയപ്പെടേണ്ട. കൈ കൊടുത്ത് പറ, ഭയപ്പെടേണ്ട. നല്ല രാമേൻ പറ, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് ബൈബിളിൽ 365 പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം പറ, എത്ര പ്രാവശ്യം? 365 പ്രാവശ്യം. കാരണം ഓരോ ദിവസങ്ങളിലും നിങ്ങളെ ഭയപ്പെടുത്തുന്ന 100 കൂട്ടം വിഷയം വരുമ്പോൾ എല്ലാ ദിവസവും യേശു പറയുന്നു ഭയപ്പെടേണ്ട. ബാക്കിയുള്ള എല്ലാം, നിങ്ങളൊരു പ്രശ്നം വന്നു, നിങ്ങളൊരു കണിയാന്റെ അടുത്ത് പോയി നോക്ക്, അവൻ നിങ്ങളെ ഭയപ്പെടുത്തും. ഒരു പ്രശ്നക്കാരന്റെ അടുക്കൽ പോയി നോക്ക്, അവൻ നിങ്ങളെ ഭയപ്പെടുത്തും. പക്ഷെ യേശു പറയും, ഇതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട. എങ്ങനെ പറ, മൈൻഡ് ചെയ്യണ്ട. പറ, വാതറൊന്ന് പറ, മൈൻഡ് ചെയ്യണ്ട, കാര്യാക്കണ്ട. അടുത്തൊരു മുഖത്ത് നോക്കി പറ, കാര്യാക്കണ്ട. പറ, നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. പറ, കാര്യാക്കണ്ട. ഉറച്ചു പറ, കാര്യാക്കണ്ട. ഒരു സ്തോത്രം പറഞ്ഞാട്ട് 39-ാമത്തെ വാക്യം പറയുന്നു, അകത്ത് കടന്നും ആരവാരവും കരച്ചിലും എന്തിന്? ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഉറച്ചു പറ. ഈ വചനങ്ങളെല്ലാം എന്റെ കൂടെ പറ, ആരവാരവും കരച്ചിലും എന്തിന്? ഉറച്ചു പറ, ആരവാരവും കരച്ചിലും എന്തിന്? ഒന്നുകൂടെ പറ, ആരവാരവും. അതിനർത്ഥം ഇതാണ്, നിന്നെ കരയിപ്പിച്ച വിഷയത്തെ ഇന്ന് രാത്രിയിൽ കർത്താവ് ഡീൽ ചെയ്യുക. ഓ കമാൺ, എന്റെ കൂടെ ഉണ്ട്, എന്റെ കൂടെ ഉണ്ടോ? ഒത്തിരി നാളുകളായി നിങ്ങളെ കരയിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി സ്വർഗം പറയുകയാണ്, നിന്നെ കരയിപ്പിച്ച വിഷയത്തെ എന്റെ കർത്താവ് ഡീൽ ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച്. ഓ, മറ്റുള്ളവരെ കരയണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ കരയും. പക്ഷേ യേശു കരയണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരച്ചിൽ ഇതോടെ തീരും. അടുത്തവർക്ക് കൈ കൊടുത്തിട്ട് പറ, സഹോദരി കരയണ്ട. സഹോദരന്മാർക്ക് കൈ കൊടുത്തിട്ട് പറയാം, ഇനി നിങ്ങൾ കരയണ്ട. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, നല്ല രാമേൻ പറഞ്ഞാട്ടെ. ഇനി വേറൊരു ഭാഗം അവിടെ കിടപ്പുണ്ട്. ഈ കരയുന്ന എല്ലാവരെയും അടിച്ചു പുറത്താക്കി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കൂലിക്ക് കരയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇതിനെയൊക്കെ അടിച്ചെന്ത് ചെയ്തു? കർത്താവ് പുറത്താക്കി. എന്നിട്ട് കർത്താവ് പറയുക, ഹേയ്, കൊച്ചു മരിച്ചിട്ടില്ല, കൊച്ചു ഉറങ്ങുന്നതത്രേ. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒരു മനുഷ്യന്റെ മരണത്തെ ഉറക്കമായി കണ്ട യേശു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ജീവൻ, എല്ലാവരും പറ, ഉറച്ചു പറ, ജീവൻ. ഉറച്ചു പറ, ഉറച്ചു പറ, ജീവൻ.
വെറുതെ പറയല് ജീവൻ. പറ, ഉറച്ചു പറ, ജീവൻ പറ. അത് പറയുമ്പോ തന്നെ ഒരു പവർ വരട്ടെ. ജീവൻ, ഉറച്ചു പറ, ഉറച്ചു പറ, ജീവൻ പറ, ജീവൻ. കരമുയർത്തി പറ, ജീവൻ. ഹല്ലേലൂയ. അവൻ നാട്ടുകാര് കളിയാക്കി യേശുവിനെ പരിഹസിച്ചു. യേശുവിനെ പരിഹസിച്ചെങ്കിൽ യേശു മൈൻഡ് ചെയ്തില്ല. യേശു അകത്തോട്ട് കയറി വന്നിട്ട് കരയുന്നവരെ പുറത്താക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞെ എഴുന്നേൽക്കാം. അങ്ങനെ ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളിനെ ഉണർത്തുന്നത് പോലെയാണ് യേശു കർത്താവ് ആ കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ബാലേ. ആ എഴുന്നേൽക്കാൻ പറയുമ്പോൾ തന്നെ യേശുവിൽ നിന്ന് ജീവൻ ആ കുഞ്ഞിന്റെ അകത്തേക്ക് വ്യാപരിക്കുക. ഒരു സ്വതന്ത്രം പറ, നല്ല സ്വതന്ത്രം പറ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ മരിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതിയ അല്ലെങ്കിൽ ചത്തുകിടക്കുന്ന നിന്റെ വിഷയത്തെ ഇന്ന് രാത്രിയിൽ ജീവിപ്പിക്കുവാൻ ഈ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഹലോ, ആമേൻ പറ, ആമേൻ പറ. ആരും നിനക്ക് വേണ്ടി ഇടപെടാനില്ല, സ്വർഗം ഇടപെടാൻ പോവുക. ശ്രദ്ധിച്ചോ, ഒരു കുഞ്ഞു മരിച്ചപ്പോൾ ആ കുഞ്ഞിനെ കർത്താവ് ജീവിപ്പിച്ചു. സെക്കൻഡ് ശ്രദ്ധിച്ചോ, നയീന്റെ പട്ടണത്തിൽ യേശു കടന്നു പോവുകയാണ്. ആ നയീന്റെ പട്ടണത്തിൽ യേശു കടന്നു പോകുമ്പോൾ എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചോ. ഇപ്പൊ യേശു ഇപ്പൊ പള്ളിപ്പുറം ജംഗ്ഷനിൽ നിന്ന് പാച്ചറിലോട്ട് വരികയാണ്. യേശുവിന്റെ കൂടെ ഒത്തിരി ശിഷ്യന്മാരുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അങ്ങനെ ഈ ദേശത്ത് എത്തിയപ്പോൾ അവിടെ നിതാ ഒരു ഡെഡ് ബോഡിയെ ചുമന്നുകൊണ്ട് മറ്റൊരു ജാഥ ഇങ്ങോട്ട് വരുന്നു. സഹോദരൻ പറഞ്ഞ്, ഈ രണ്ടുപേരും തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് കൂട്ടിമുട്ടുകയാണ്. അവിടെ കൂട്ടിമുട്ടിയപ്പോൾ കർത്താവ് ചെയ്ത ഒരു കാര്യം, ശവപ്പെട്ടിയിൽ ഒരു ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡിയെ കൊണ്ടുപോവുകയാണ്. യേശു കർത്താവ് ആ മഞ്ചത്തെ തൊട്ടു. ഒരു സ്വതന്ത്രം പറ, മഞ്ചത്തെ, രാമേൻ പറ. ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ്. മഞ്ചത്തെ എന്ത് ചെയ്തു? തൊട്ടു. മഞ്ചത്തെ തൊട്ടപ്പോൾ മഞ്ചം ചുമക്കുന്നവർ നിന്നു. അതിനർത്ഥം ഇന്ന് രാത്രിയിൽ കർത്താവ് ചില വിഷയത്തെ തൊടുകയാണ്. ചില വിഷയത്തെ കർത്താവ് തൊടുകയാണ്, വിഷയത്തെ തൊടുകയാ. അവിടെ തൊട്ടതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ സഹോദരിയുടെ ഭർത്താവിനെ നല്ല പ്രായത്തിൽ കൊന്ന് കുഴിച്ചുമൂടിയ ആ മരണത്തിന്റെ കെട്ടിനെ എന്റെ കർത്താവ് ഡീൽ ചെയ്യാൻ പോവുകയാണ്. ഒരു സഹോദരൻ പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആ സഹോദരിയുടെ ഭർത്താവ് കാലങ്ങൾക്ക് മുൻപ് മരിച്ച് കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ താൻ വിധവയായി മാറി. ഇപ്പോൾ മകനും മരിച്ചു, താൻ ഒരു അനാഥയായി മാറി. ഒരു സഹോദരൻ പറഞ്ഞാട്ട്, എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? ഒന്നുകൂടെ പറയാം. ഭർത്താവ് മരിച്ചപ്പോൾ അവൾ വിധവയായി, മകനും കൂടെ മരിച്ചപ്പോൾ അവൾ അനാഥയായി. ഇനി അവൾക്കാരുമില്ല. അവളുടെ നല്ല പ്രായത്തിൽ ഭർത്താവ് മരിച്ചു. പക്ഷേ ആ സ്ത്രീയെ വീണ്ടും ദുഃഖത്തിലേക്ക്, കണ്ണുനീരിലേക്ക്, ആ കുടുംബത്തെ മരണത്തിലേക്ക് കൊണ്ടുപോയ മരണത്തിന്റെ കെട്ടിനെ എന്റെ കർത്താവ് ഡീൽ ചെയ്യുന്നു. കർത്താവ് അതിനെ തൊട്ടു. കർത്താവ് അതിനെ തൊട്ടു. അതിന്റെ വെളിപ്പാട് ഇതാണ്. ആയുസ് പൂർത്തിയാകുന്നതിന് മുൻപ് നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന, നിന്റെ തലമുറകളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഇരുട്ടിന്റെ കെട്ടുകളെ ഇന്ന് രാത്രിയിൽ യേശു തൊടുകയാണ്. രാമേൻ പറഞ്ഞാട്ട്, ഒരു നല്ല രാമേൻ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ആ ജീവൻ പ്രാപിക്കുന്നതിന് മുൻപ് ഇന്ന് രാത്രി വെളിപ്പാട് മനസ്സിലാക്കൂ. എന്റെ യേശു ആരാണ്? എന്നിട്ട് വേണം ആ ജീവൻ നിന്റെ അകത്തേക്ക് കയറാൻ. ആ ജീവൻ അകത്ത് കയറിയാൽ നിന്റെ ജീവിതം മാറും. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കുഴിയും വെട്ടി കുഴിത്തലക്കിൽ ആൾക്കാർ കാത്തിരിപ്പുണ്ട്. ഇവൾ പട്ടണത്തിൽ നിന്ന് വെളിയിൽ വരികയാ. മഞ്ചത്തി തൊട്ടിട്ട് പറഞ്ഞു, ഡാ എഴുന്നേൽക്ക. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, ഒരാമീൻ പറഞ്ഞാട്ടെ. ഉടനെ അവൻ ചാടി എഴുന്നേറ്റു. ഒരു സ്വത്രം പറ. ഉടനെ അവൻ എന്ത് ചെയ്തു? ഉറച്ചു പറ. ഉടനെ അവൻ ചാടി എഴുന്നേറ്റിട്ട് അമ്മയ്ക്ക് അവനെ വിട്ടുകൊടുത്തു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇതിനെന്ത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ പൈതലം, നിന്നിൽ നിന്ന് നിന്റെ കുഞ്ഞ് ഒത്തിരി അകലങ്ങളിലാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുകയാണ്, ആ കുഞ്ഞിനെ നിനക്ക് തിരിച്ചു തരികയാണ്.
നിന്റെ ഭർത്താവിനെ തിരിച്ചു തരി. ഓ കമാൻ, എത്ര പേർക്ക് ആ ദൂത് കിട്ടുന്നുണ്ട്? നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു തരാൻ കഴിവുള്ള ഒരേ ഒരാൾ യേശുവാണ്. യേശുവിന്റെ ജീവൻ കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇത്രയും മനസ്സിലായോ? അപ്പൊ യേശു കർത്താവ് ഒരു കുഞ്ഞ് രോഗമെന്ന് മരിച്ചു കിടക്കുമ്പോൾ കുഞ്ഞിന് എന്ത് കൊടുത്തു? ജീവൻ കൊടുത്തു. ഒരു യൗവനക്കാരൻ മരിച്ചപ്പോൾ യൗവനക്കാരൻ എന്ത് ചെയ്തു? ജീവൻ കൊടുത്തു. ഒറ്റ വാക്ക് വെളിപ്പെടും. ഇതെല്ലാം വലിയ ഡീപ്പ് സബ്ജക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ സമയമാകുന്നതിന് മുൻപ് നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ വിഷയത്തെ വഴിയിൽ വെച്ചാണ് കർത്താവ് ഡീൽ ചെയ്തത്. എവിടെ വെച്ചാ ഡീൽ ചെയ്തത്? ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല് രോഗമിട്ടും പ്രശ്നമിട്ടും കടഭാരമിട്ടും കണ്ണുനീരുകൾ ഇട്ടും തകർച്ചകൾ ഇട്ടും നിന്നെ കൊല്ലാൻ സാത്താൻ ഇട്ടിരിക്കുന്ന എല്ലാ പദ്ധതികളെയും പാച്ചിറയിൽ വെച്ച് എന്നെ കർത്താവ് ഡീൽ ചെയ്യുക. ഓ കമാ, എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എനിക്കറിയാം ഇന്ന് രാത്രിയിലും ഈ ദേശത്തിൽ മരണത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുന്നുണ്ട്. രോഗത്തിന്റെ കെട്ടുകൾ അടിയുന്നുണ്ട്. ശാപത്തിന്റെ കെട്ടുകൾ അടിയുന്നുണ്ട്. കടഭാരത്തിന്റെ കെട്ടുകൾ അടിയുന്നുണ്ട്. ജീവിത നിരാശകൾ അടിയുന്നുണ്ട്. നല്ലൊരു ആമേൻ പറ. ഈ വചനം കേൾക്കുമ്പോൾ എല്ലാം വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. വചനം കേൾക്കുമ്പോൾ എല്ലാം വിടുതൽ സംഭവിക്കുക. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി മൂന്നാമതൊരാളെ കൂടെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതെല്ലാവർക്കും അറിയാം, ലാസറ. ശ്രദ്ധിച്ചേ, എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. ഞാൻ എല്ലാ റിവൈവൽ മീറ്റിങ്ങിനും ഒരു വാക്കെങ്കിലും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ശ്രദ്ധിച്ചോ? ഇന്ന് ഇതിനകത്ത് നിങ്ങൾ വന്നിരിക്കുമ്പോ ഒരു കൺവെൻഷൻ നടക്കുന്നു, ജസ്റ്റ് വന്നു, അങ്ങനെയല്ല ദൈവത്തിന്റെ പൈതല്. യേശു അയച്ചിട്ട് വന്നു. നിങ്ങൾ വലിഞ്ഞു കയറി വന്നവരല്ല, ദൈവം നിങ്ങളെ വിളിച്ചതാ. ദൈവമാണ് കൊണ്ടിരുത്തിയത്. ആരും വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല. നല്ല രാമേൻ പറഞ്ഞേ, നല്ല രാമേൻ പറഞ്ഞേ. ശ്രദ്ധിച്ചോ? മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ഏറ്റവും നല്ല സ്നേഹിതനായിരുന്നു യേശു. യേശുവിന്റെ ഏറ്റവും നല്ല സ്നേഹിതരായിരുന്നു മാർത്തയും മറിയയും ലാസറും. പക്ഷെ ലാസർ ദീനം വന്നു മരിച്ചു. എങ്ങനെ മരിച്ചു? ദീനമായി കിടന്നപ്പോൾ യേശുവിനെ അറിയിച്ചു. പക്ഷേ യേശു ഏകദേശം 10-60 കിലോമീറ്ററിന് അപ്പുറത്തായിരുന്നു. അറിയിക്കാൻ പോയപ്പോഴും തന്നെ ആൾ എന്ത് ചെയ്തു? മരിച്ചു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളില്ല. പക്ഷെ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ദീനം ദൈവത്തിന്റെ പുത്രൻ മഹത്വപ്പെടുവാൻ കരുതിയ. അതിനർത്ഥം ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്നത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകാൻ കരുതിയ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. കാരണം ഇതിനകത്ത് സമ്പന്നന്മാരില്ല, കോടീശ്വരന്മാരില്ല, പണവും പ്രതാപവും ഉള്ളവന്മാരില്ല. പക്ഷെ കുറെ സാധുക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില ആൾക്കാർ ഇന്ന് രാത്രി ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൺവെൻഷൻ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ എല്ലാവരും കഷ്ടതയിലൂടെ യേശുവിനെ കണ്ടവരല്ലേ, പ്രശ്നത്തിലൂടെ കണ്ടവരല്ലേ. ശരവണം ബ്രദർ മാത്രം ഞങ്ങളുടെ ചർച്ചിൽ പ്രശ്നത്തിലൂടെ യേശുവിനെ കാണാതെ റിയലായിട്ട് യേശുവിനെ അറിയണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളാണ്. ഒരു സ്തോത്രം പറഞ്ഞാണ്ട്. ബാക്കി എല്ലാം കഷ്ടത്തിലൂടെ വന്ന ഒരാളാണ്. ശ്രദ്ധിച്ചോ? മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ യേശു വന്ന് ഒരുപാട് ദിവസം താമസിച്ചിട്ടുണ്ട്. വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. എങ്ങനെ? അടുത്തൊരു കൈ കൊടുത്തോ. വലിയ വിലയൊന്നും, അങ്ങനെ വലിയ വിലയൊന്നും. എല്ലായിടത്തും പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. ഇവരാവരും കണ്ടിൽ കൊണ്ട് പിന്നെ അത്ഭുതം ചെയ്യുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടിപ്പോയി എന്ത് ചെയ്യാം? പറയാം, ഒരു വിടുതൽ കിട്ടും. ചില ആൾക്കാർ അങ്ങനെയാണ്. ചർച്ചയിൽ വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരാൾ വേണം, അതുകൊണ്ടാണ് ചർച്ചയിൽ പോകുന്നത്. നിങ്ങളല്ല, വേറെ. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. പ്രശ്നത്തിന്റെ നടുവിൽ ഇടിവ് നിൽക്കാൻ ഒരാൾ വേണം, അതിനാ ചർച്ചയിൽ പോകുന്നത്. ദൈവത്തിന്റെ പൈതൽ അങ്ങനെയല്ല. യേശുവിനെ നീ അനുഭവിച്ചറിയാനും ആരാധിക്കുവാനുമാണ് നീ ദൈവാലയത്തിലേക്ക് കടന്നു പോകേണ്ടത്. സ്തോത്രം പറഞ്ഞാട്ട്. എന്നാൽ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ യേശു വരുമ്പോ അവർ വലിയ വില കൊടുത്തില്ല. എന്നാൽ മരിച്ചു, അടക്കം ചെയ്തു. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു യേശു കയറി വരുമ്പോ ഒരാൾ വീട്ടിനകത്തും ഒരാൾ യേശുവിനെ സ്വീകരിക്കാൻ പോയി. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കണേ. നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററെ ഒരു പ്രതിസന്ധിക്കകത്ത് വിളിച്ചു.
ആ പാസ്റ്റർ നിങ്ങളെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നില്ല. ആ പ്രതിസന്ധി കഴിഞ്ഞു പോയപ്പോഴാണ് പാസ്റ്റർ വന്നത്. നിങ്ങൾ അദ്ദേഹത്തെ വീട്ടിൽ കയറ്റുമോ? നമ്മൾ ചാടി പൊടിക്കും അല്ലേ? കഷ്ടതയിൽ ആ പാസ്റ്ററിന്റെ അടുത്ത് വരാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം കഴിഞ്ഞിട്ട് കയറി വന്നിരിക്കുന്നു. ഒരു സഹോദരൻ പറഞ്ഞാട്ടെ, കർത്താവ് പറയും എന്റെ നാഴിക വരുന്നതേ ഉള്ളൂ. അയ്യോ, എന്റെ കൂടെ ആരുമില്ലല്ലോ. കർത്താവ് എന്താ പറയുന്നത്? എന്റെ നാഴിക, ഉറച്ചു പറ, എന്റെ നാഴിക. ഉറച്ചു പറ. ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി നിന്റെ നാഴിക വന്നിരിക്കുന്നു. നിന്റെ വിടുതലിന്റെ രാത്രി വന്നിരിക്കുന്നു. നിന്റെ അത്ഭുതത്തിന്റെ രാത്രി ഇന്ന് വന്നിരിക്കുകയാണ്. സ്തോത്രം. കർത്താവ് ചോദിച്ചൊരു ചോദ്യം ഭയങ്കര രസമാണ്. ഈ നിൽക്കുന്ന ഞാൻ പുനരുദ്ധാരവും ജീവനുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ രോഗിയെ സൗഖ്യമാക്കുമെന്നറിയാം, ഭൂതങ്ങളെ പുറത്താക്കുമെന്നറിയാം, പാപികൾക്ക് വിടുതൽ കൊടുക്കുന്ന ആളാണ്. 5 അപ്പം കൊണ്ട് 5000 പേര്. കുറച്ചുകൂടെ കയറി കർത്താവ് പറയുകയാണ്, ആ വെളിപ്പാട് പറയാണ്, ഈ നിൽക്കുന്ന ഞാൻ പുനരുത്ഥാനവും ജീവനുമെന്ന് നീ വിശ്വസിക്കുന്നു. ആ വാക്ക് ഭയങ്കര പവർഫുൾ ആണ്. എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന എനിക്ക് ലാസറിനെ പുനരുദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു. 2, ജീവൻ കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. 3, ജീവന്റെ ആധാരം ഞാനാണെന്ന് വിശ്വസിക്കുന്നു. മറിയയുടെ മാർത്തയുടെ അകത്തേക്ക് ഈ വേർഡ് കയറി, വചനം കയറി. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു വചനം എന്താണ്? ഒരു സ്വത്രം, വചനം ദൈവമാണ്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, ആ വേർഡ് അവരുടെ അകത്തോട്ട് കയറുമ്പോൾ അവര് പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്കത് ചെയ്ത് തരുമെന്ന് ഞങ്ങൾ അതിനെ വിശ്വസിക്കുക. വിശ്വാസത്തിന്റെ അളവ് വർദ്ധിച്ചു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, ശ്രദ്ധിച്ചോ, മരിച്ചിട്ട് 3 രാവും പകലും കഴിഞ്ഞിരിക്കുന്നു. ശരീരം അഴുകി തുടങ്ങിയിരിക്കുന്നു. ദുർഗന്ധം വന്ന് തുടങ്ങിയിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറയുന്നു, ഇല്ല, ഈ നാറ്റം ഇതോടെ തീരും. ഓ, ഒരാമേൻ പറ, ഒരാമേൻ പറ, ഒരാമേൻ പറ, ഒരാമേൻ പറ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതൽ, നിന്റെ കുടുംബത്തിലെ നാറ്റ കേസുകൾ ഇന്നത്തോടെ തീരുകയാണ്. ദുർഗന്ധം വമിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇന്ന് രാത്രിയിൽ തീരുകയാണ്. അഴുകിയ വിഷയങ്ങൾ, നാറിയ വിഷയങ്ങൾ, വെളി പറയാൻ കഴിയാത്ത വിഷയങ്ങൾ ഇന്ന് രാത്രി സ്വർഗം പറയുകയാണ്. ഇന്ന് രാത്രി അത് തീരുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. ശരണപദത്തിന്റെ ഫ്രണ്ടിലോട്ട് വാം. ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ പൈതലെ, ശ്രദ്ധിച്ചോ. വേദപുസ്തകത്തിൽ ഒരു വെളിപ്പാട് ഭയങ്കര. ശ്രദ്ധിച്ചോ, ജീവൻ കൊടുക്കാൻ കഴിയുന്ന യേശു. പറ, ജീവൻ കൊടുക്കാൻ. ഉറച്ചു പറ, ജീവൻ കൊടുക്കാൻ കഴിയുന്ന യേശു. ശ്രദ്ധിച്ചോ, ലാസർ മരിച്ചു കിടക്കുന്നു. ലാസർ മരിച്ചപ്പോൾ ലാസറിന്റെ ജീവൻ എങ്ങോട്ട് പോയി? ധനവാന്റെ ലാസറിന്റെ കഥയല്ല, ചരിത്രമാണ്. ഈ ജീവൻ എങ്ങോട്ട് പോയി? ഹലോ, ഈ ജീവൻ എങ്ങോട്ട് പോയി? 3 ദിവസമായി ഈ ജീവൻ എവിടെയാ? ഈ ജീവൻ എവിടെയാ? ഒന്ന് പ്രതികരിക്കേ, അറിയാന്നുള്ള പ്രതികരിക്കേ. ഈ ജീവൻ എവിടെയാ? ഒന്നെങ്കിൽ നിങ്ങൾ പറയും സ്വർഗത്തിൽ. ചില ആൾക്കാർ എവിടെ അലഞ്ഞു തിരികെ. പൗലോസ് പറയുന്നൊരു വെളിപ്പാടുണ്ട്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ഒരു സ്വതന്ത്രം പറ. അതിനർത്ഥം ഇതാണ്, ജീവൻ കൊടുത്തവനിൽ ലാസറിന്റെ ജീവൻ മറഞ്ഞിരിക്കുക. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഒരു വെളിപ്പാട്. ശ്രദ്ധിച്ചോ, ജീവൻ കൊടുത്തവനിൽ ജീവൻ മറഞ്ഞിരിക്കുന്നു. ആരാ ജീവൻ കൊടുത്തത്? യേശുവാണ്. സ്വതന്ത്രം പറഞ്ഞേ. 2, ശ്രദ്ധിച്ചോ, സ്വർഗത്തിലാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഓക്കെ, തെറ്റില്ല, കുഴപ്പമില്ല. പക്ഷെ സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് വിളിച്ച് കയറ്റണമെങ്കിൽ, ലാസറിൽ കയറ്റണമെങ്കിൽ അവന്റെ അധികാരം എന്താണ്? അവന്റെ ശക്തി എന്താണ്? എന്റെ കൂടെ വാ. ഒരു മരമുട്ടിയെ കുറിച്ചല്ല ഇന്ന് രാത്രി ഞാൻ പറയുന്നത്.
ജീവനുള്ള ദൈവത്തെ കുറിച്ചാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ സ്വർഗത്തിൽ, അല്ലെങ്കിൽ പർദീസയിൽ, അല്ലെങ്കിൽ പിതാവിന്റെ അടുക്കൽ, അല്ലെങ്കിൽ സ്വർഗാദി സ്വർഗത്ത് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ജീവനെ വിളിച്ചിറക്കാൻ കഴിയുന്നുവെങ്കിൽ അവൻ നിന്റെ ജീവന്റെ ആധാരമാണ്. ഒരാമേൻ പറ, നല്ല രാമേൻ പറ, നല്ല രാമേൻ പറ. ഈ വചനം ദൈവം എന്നെ പഠിപ്പിക്കുമ്പോൾ വെറും 3 സെക്കൻഡ് എടുത്തിട്ടുള്ളൂ ഈ അഴുകിപ്പോയ ശരീരത്തിൽ ജീവനെ വിളിച്ചു കയറ്റാൻ. യേശു അവിടെ വിളിച്ചൊരു വാക്കുണ്ട്, ലാസറേ പുറത്തു വരിക. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ട് നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ടില്ല, ഒരാളെ മാത്രമേ വിളിച്ചുള്ളൂ, ലാസറേ പുറത്തു വരിക. ഈ പറഞ്ഞു വായെടുക്കുന്നതിന് മുൻപേ അഴുകിയ ശരീരത്തിൽ ജീവൻ കയറി. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ. ഒരു 15 മിനിറ്റ് കൂടെ എന്റെ കൂടെ വാ. ലാസ്റ്റ് ദിവസമാണ്, എന്റെ കൂടെ വാ. കണ്ടോ, ആ പറയുമ്പോൾ തന്നെ ജീവൻ എന്ത് ചെയ്തു? അകത്തോട്ട് കയറി. യഹൂദന്മാരുടെയും പാലസ്തീന്റെയും ഒക്കെ നിയമം അനുസരിച്ച് അന്നത്തെ കാലഘട്ടങ്ങളിൽ മരിച്ചുപോയവര് അടക്കം ചെയ്യുമ്പോൾ എംബാം ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പറഞ്ഞാൽ അകത്ത് കിടക്കുന്ന ലിവറും ലങ്സും അത്യാവശ്യമുള്ള സാധനമെല്ലാം എന്ത് ചെയ്യും? എടുത്ത് കളഞ്ഞിട്ട് കുത്തിക്കെട്ടി സുഗന്ധദ്രവ്യം തേച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടക്കം ചെയ്യുന്നത്. ഒരു സ്തോത്രം പറ, ഹല്ലേലൂയ. അപ്പൊ കുറെ ഓർഗൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം അഴുകിയിട്ടുണ്ട്. പക്ഷെ ജീവൻ കയറിയപ്പോ അഴുകിയതെല്ലാം നേരെയായി, പുറത്തു പോയതിന് പകരം പുതിയ ഓർഗൻസുകൾ ഉണ്ടായി. കരങ്ങളെ അടിച്ചു ദൈവത്തിന് മഹത്വം കൂട്, മഹത്വം കൂട്, മഹത്വം കൂട്. ശ്രദ്ധിച്ചോ, ജീവൻ അകത്ത് കയറിയപ്പോൾ ഇല്ലാത്ത ഓർഗൻസ് ഉണ്ടായി, അഴുകിയ ശരീരം ജീവൻ പ്രാപിച്ചു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇപ്പൊ കുറച്ച് കാര്യം മനസ്സിലായി ജീവൻ എന്താണെന്ന് പറഞ്ഞാൽ. ഓക്കെ, പിടികിട്ടിയോ? പിടികിട്ടിയോ? വെറുതെ ജീവൻ എന്ന് എല്ലാവർക്കും പറയാം. എല്ലാവരുടെയും ജീവൻ പോലെയല്ല യേശുവിന്റെ ജീവൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ്, ഈ ജീവൻ നിന്റെ അകത്തേക്ക് കയറണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ഈ ജീവൻ നിന്റെ അകത്തേക്ക്. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ച ഭാഗം ഞാൻ എടുക്കണ്ട, ഞാനൊന്ന് പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മരണം അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യം. ഒരു സ്തോത്രം പറഞ്ഞ് ഒന്നുകൂടെ പൊളിച്ചു പറയാം, മരണം യേശുവിനെ പിടിച്ചു വയ്ക്കുക അസാധ്യം. ഹലോ, എല്ലാരും പറ, മരണം യേശുവിനെ പിടിച്ചു വയ്ക്കുക അസാധ്യം. ഉറച്ചു പറ, മരണം യേശുവിനെ പിടിച്ചു വയ്ക്കുക അസാധ്യം. ഒന്നുകൂടെ പറ, മരണം യേശുവിനെ പിടിച്ചു വയ്ക്കുക അസാധ്യം. സ്തോത്രം പറഞ്ഞാട്ടെ, പിടികിട്ടിയല്ലോ. അപ്പൊ മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത യേശു നിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവുക. ഹലോ, ഹലോ, അകത്തോട്ട് കയറിയാൽ നിങ്ങൾ ഇന്ന് രാത്രി രക്ഷപ്പെട്ടു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതിനർത്ഥം ഇതാണ്, യേശു നിന്റെ ഉള്ളിലോട്ട് കയറിയാൽ യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്തതുപോലെ നിന്നെയും പിടിച്ചു വെക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ ഇന്ന് രാത്രിയിൽ. ആ വെളിപ്പാട് നിന്റെ അകത്തേക്ക് കയറട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞ് കരങ്ങളെ അടിച്ച് ദൈവത്തിന് നല്ലൊരു മഹത്വം വിളിക്ക്. യേശുവേ, യേശുവേ വിളിക്ക്, ഉറക്കെ വിളിക്ക്. യേശുവേ വിളിക്ക്, യേശുവേ. ഒന്ന് വിളിക്ക്, ഒന്ന് വിളിക്ക്. ഇന്ന് രാത്രി വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. ഇന്ന് രാത്രി യേശുവേ എന്ന് വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. Come on, വിളിക്ക്. ആ ശബ്ദം ഈ പാച്ചിര ദേശത്ത് ഇന്ന് രാത്രി മുഴങ്ങട്ടെ. യേശുവിന്റെ ശബ്ദം കേൾക്കാത്ത ഈ ദേശത്ത് യേശുവിന്റെ ശബ്ദം ഇന്ന് രാത്രി കേൾക്കട്ടെ. ഹല്ലേലൂയ.
പരിശുദ്ധ രൂഹ പരിശുദ്ധ രൂഹ ദൈവത്തിന്റെ പൈതൽ ഈ അന്തരീക്ഷം മാറുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ശ്രദ്ധിച്ചോ, യേശുവിനെ കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സാമ്രാജ്യത്തിന് യേശുവിനെ ഒതുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിന് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോ, കഴിഞ്ഞ നാളുകളിൽ ആരൊക്കെയോ ഇതിനകത്തിരുന്ന് പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തെയും എന്നെ ആരോ ഒതുക്കി. ഹലോ, നിങ്ങളെ കുറിച്ചാ. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, യേശു നിന്റെ അകത്തോട്ട് കയറിയാൽ നിന്നെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. ആരെങ്കിലും നിന്നെ ഒതുക്കാൻ നോക്കിയാൽ അവരൊതുങ്ങുന്നതല്ലാതെ ഇന്ന് രാത്രി മുതൽ നിനക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല. ഓ, ആരുടെ മേലത് വ്യാപരിക്കുന്നു, ആരുടെ മേലത് വ്യാപരിക്കുന്നു. ഒതുക്കപ്പെട്ടവര്, തകർക്കപ്പെട്ടവര്, നിരാശപ്പെട്ടവര്, ഇന്ന് രാത്രിയിൽ നിന്നെ ഒതുക്കാൻ നോക്കുന്നവർ ഒതുങ്ങുന്നതല്ലാതെ നിനക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല. ആ രാമേൻ പറ, രാമേൻ പറ, നല്ല രാമേൻ പറ. ആർ യു റെഡി? ഈ ജീവനെ സ്വീകരിക്കാൻ റെഡിയാണോ? ഈ ജീവനെ സ്വീകരിക്കാൻ റെഡിയാണോ? ഈ യേശുവിനെ സ്വീകരിക്കാൻ റെഡിയാണോ? ഈ കർത്താവിനെ സ്വീകരിക്കാൻ റെഡിയാണോ? നീ കഴിഞ്ഞ നാളുകളിൽ ഒതുങ്ങിപ്പോയി. ഒരു വീട്ടിനകത്ത് 4 ചുവരിനകത്ത് നീ ഒതുങ്ങിപ്പോയി. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ആ കൂടും പൊളിച്ചുകൊണ്ട് നീ പുറത്തു വരാൻ പോകുകയാണ്. പട്ടണത്തിനകത്ത് നീ ഒതുക്കപ്പെട്ടു പോയി, ദേശത്തിൽ ഒതുക്കപ്പെട്ടു പോയി, ബന്ധുക്കളിൽ ഒതുക്കപ്പെട്ടു പോയി, ചാർച്ചക്കാരുടെ ഇടയിൽ ഒതുക്കപ്പെട്ടു പോയി, സമൂഹത്തിൽ ഒതുക്കപ്പെട്ടു പോയി. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നീ ഒതുങ്ങി പോകത്തില്ല. യേശുവിന്റെ ജീവൻ നിന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ, ആ ജീവൻ വ്യാപരിക്കുമ്പോൾ ഒതുക്കപ്പെട്ട മേഖലയിൽ നിന്ന് ഇന്ന് രാത്രി നീ പുറത്തു വരികയാ. ഈ അന്തരീക്ഷത്തിൽ അത് വ്യാപരിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്നു. Come on everybody, come on everybody. അന്തരീക്ഷം മാറുകയാണ്. ഈ അന്തരീക്ഷം മാറുകയാണ്. പരിഹാസപാത്രമായവര്, നിന്ദിക്കപ്പെട്ടവര്, അവമാനിക്കപ്പെട്ടവര്, ഒതുങ്ങിപ്പോയവര് ഇന്ന് രാത്രി സ്വർഗം പറയുകയാണ്, നീ പുറത്തു വരും. കല്ലറകൾക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിന് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. പാതാളത്തിന് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. റോമൻ ഗവൺമെന്റിനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. നിയമങ്ങൾക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. കാലഘട്ടങ്ങൾക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. Come on. മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിന്മടയായി വരുന്ന മഹത്വമേ, 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 മരണത്തെ ഈ അന്തരീക്ഷം മാറുകയാണ്. മഹത്വമേ, മഹത്വമേ, പിന്മടയായി വരുന്ന മഹത്വമേ, 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 മരണത്തെ ജയിച്ച മഹത്വമേ, 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 പിന്മടയായി വരുന്ന മഹത്വമേ, യേശുവാ, 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 യേശുവാ. എല്ലാ കരങ്ങളെ ഉയർത്തി ഇരിപ്പിടങ്ങളെ വിട്ട് എഴുന്നേറ്റാട്ടെ. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ആശ്രയമേ, അതിശയമേ, നിൻ കരുതൽ അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, ഈ ജീവിതം ഒരിക്കൽ കൂടെ അത്ഭുതമേ, അത്ഭുതമേ, ആശ്രയമേ, അതിശയമേ, നിൻ
വിടുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ഈ ജീവിതം. ഒരാമേൻ പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചോ, വേഗത്തിൽ ശ്രദ്ധിച്ചോ. ആരും റെഡിയാണോ? ഇന്ന് രാത്രി റെഡിയാണോ? നിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. ഈ മീറ്റ് ഇന്നത്തോടെ തീരും, പക്ഷെ നിന്റെ ജീവിതം മാറും. നിനക്ക് ഇന്ന് രാത്രി മുതൽ ക്രിസ്തുവിൽ ഒരു ജീവിതം ഉണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ച ദൈവത്തിന്റെ പൈതലെ കർത്താവ് എന്നിട്ട് പറയുക, ശീമോനെ എനിക്ക് നിന്റെ ഉള്ളിലോട്ട് കയറണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ ആ വചനം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾ ആരും ബൈബിൾ എടുക്കണമെന്നില്ല, വചനത്തെ അതുപോലെ ഞാനൊന്ന് വായിക്കാം. ആ വചനം ഇപ്രകാരമാണ്: യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് ആ വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ ഉള്ളിലേക്ക്. ആരുമില്ലാത്തവരായി നിങ്ങൾ ജീവിക്കണ്ട. ഇത്രയും കാലം ആരുമില്ലാത്തവരായിട്ടൊക്കെ നിങ്ങൾ ജീവിച്ചു, അനാഥരെ പോലെ. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയില്ല, അവന്റെ ജീവൻ എന്റെ അകത്തേക്ക്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ചോ, ഈ ജീവൻ നിന്റെ അകത്തോട്ട് കയറിയാൽ നീ ആള് മാറും, നിന്റെ സാഹചര്യം മാറും, നിന്റെ അവസ്ഥകൾ മാറും. നിനക്ക് ഇറങ്ങിപ്പോകാൻ കഴിയാത്ത എല്ലാ മേഖലകളിലും നിനക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നിന്നെ കൊണ്ട് ഇതുവരെ കഴിയാത്ത കാര്യങ്ങള് ഈ ജീവൻ നിന്നിലൂടെ ചെയ്യിപ്പിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, എടാ പത്രോസേ, എനിക്ക് നിന്റെ അകത്തൊക്കെയുടെ കയറി ഈ ലോകത്തിലൊന്ന് സഞ്ചരിക്കാൻ എനിക്കൊരാഗ്രഹമുണ്ട്. ഹലോ, എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? അല്ലയോ പത്രോസേ, ഞാൻ നിന്റെ ഉള്ളിലൂടെ കയറി ലോകത്തിൽ നിന്നിലൂടെ എനിക്ക് വെളിപ്പെടാൻ ആഗ്രഹമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതിന്റെ അർത്ഥം ഇന്ന് രാത്രിയിൽ ഈ വെളിപ്പാട് ഷൂപാസ്റ്ററിന്റെ അകത്തോട്ട് കയറിയത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുന്ന യേശു ഇവിടെ രോഗികളെ സൗഖ്യമാക്കുന്നത്, ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ബന്ധനങ്ങളെ തകർക്കുന്നത്, പ്രതികൂലങ്ങളെ ഇല്ലാതാക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവും നീയും രണ്ട് വഴിക്ക് ജീവിക്കുന്നതല്ല. ഹലോ, നീയും ക്രിസ്തുവും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ആ ക്രിസ്തീയ ജീവിതം. എത്ര പേർക്ക് അത് പിടികിട്ടുന്നുണ്ട്? ഹലോ, ദൈവത്തിന്റെ പൈതലേ ശ്രദ്ധിക്കേ. ഈ ക്രിസ്തുവിന്റെ ജീവൻ അകത്തോട്ട് കയറിയാൽ കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹലോ, എന്റെ കൂടെ വാ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ശ്രദ്ധിച്ചോ. ഈ ജീവൻ അകത്തോട്ട് കയറുമ്പോൾ നിന്റെ ശരീരത്തിലെ ഏതെങ്കിലും ഓർഗൻസിന്, അവയവത്തിന് ഡാമേജ് ഉണ്ടെങ്കിൽ ഈ ജീവൻ അകത്ത് കയറിയാൽ നിന്റെ ചത്ത ഓർഗൻസ് ജീവിക്കാനിടയായി. ചത്ത ഓർഗൻ ജീവിക്കാനിടയായി തീരും. അതാണ് ഈ ജീവന്റെ പ്രത്യേകത. എന്റെ കൂടെ വാ. ഇന്ന് രാത്രി എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ട്യൂമറുകൾ അപ്രത്യക്ഷമാകാൻ പോവുകയാണ്, കട്ടികൾ അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. കാരണം യേശുവിന്റെ ജീവനാ വ്യാപരിക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ, നല്ല രാമേൻ പറഞ്ഞാട്ടെ. ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതായ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. കഴക്കൂട്ടം മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഒരു ബ്രദർ. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി 5ാമത്തെ മാസം സ്കാൻ ചെയ്തിട്ട് വരുമ്പോൾ കഴക്കൂട്ടം മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാര് പറഞ്ഞു, പൾമണറി ഓർഗൻസ് 5 ഇല്ല. 5 ഓർഗൻസ് ഇല്ല. ഡോക്ടർമാര് പറഞ്ഞു അതിനെ അബോർട്ട് ചെയ്ത് കളാ. ഉടനെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സോ ആരോ പറഞ്ഞു, അവിടെ കഴക്കൂട്ടത്തിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. അന്ന് ഞങ്ങളുടെ മീറ്റിംഗ് കഴക്കൂട്ട SNDP ഹാളിലായിരുന്നു. അവിടെ പേരറിയാമോ? ആൻസി. ഇവരുടെ ബാച്ചാ. ശ്രദ്ധിച്ചോ. അങ്ങനെ ആൻസി ചർച്ചയിൽ വന്നിട്ട് പറയുക, പാസ്റ്റർ 5.5 മാസമായി, പക്ഷെ ഓർഗൻസ് കൊച്ചിന് കാണുന്നില്ല. 5 ഓർഗൻസ് ഇല്ല. ഡോക്ടർ പറഞ്ഞു അബോർഷൻ ചെയ്യാൻ. പാസ്റ്റർ പ്രാർത്ഥിക്കോ? ദൈവത്തിന്റെ പൈതൽ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ചർച്ചിനകത്തുള്ള ഏതൊരു ആന്റിയോട് ഞാൻ പറഞ്ഞു, അവളുടെ വയറ്റിലോട്ടൊന്ന് കൈവയ്ക്ക്. എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞ വാക്കിതാണ്, യേശുവിന്റെ ജീവൻ നിന്റെ യൂട്രസിലോട്ട് കയറാൻ പോവുക. ഒരു സഹോദരൻ പറഞ്ഞേ,
ഞാൻ അന്ന് പറഞ്ഞൊരു വാക്കിതാണ്, യേശുവിന്റെ ജീവൻ നിന്റെ ഗർഭപാത്രത്തിൽ കയറി നിന്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട് കുഞ്ഞിനകത്ത് വ്യാപരിക്കുന്നു. ആ ഉദരത്തിൽ വ്യാപരിക്കുമ്പോൾ ഇല്ലാത്ത ഓർഗൻസ് ഇപ്പോൾ ഉണ്ടാകും. ആ നല്ല രാമേൻ പറ, നല്ല രാമേൻ പറ, നല്ല രാമേൻ പറ, നല്ല രാമേൻ പറ. അവളത് വിശ്വസിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് തന്നെ നീ പോയി ഒരു സ്കാൻ ചെയ്യണം. നാളെയല്ല, ഇന്ന് പോയി. അവർ വൈകിട്ട് ഭാര്യയും ഭർത്താവും കൂടെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തിട്ട് എനിക്ക് റിപ്പോർട്ട് അയച്ചു തന്നു, 5 ഓർഗൻസ് ഉണ്ടായി. ആ കരങ്ങളെ അടിച്ചു ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്താട്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഇദ്ദേഹം അതിന്റെ സാക്ഷി. ഇദ്ദേഹം സാക്ഷിയാണ്. ഇദ്ദേഹം നേഴ്സാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തതാണ് ആൻസി. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഡോക്ടർ അബോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ അവർ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ശിവപാസ്റ്റർ എന്ത് പറഞ്ഞാ പ്രാർത്ഥിച്ചത്? യേശുവിന്റെ ജീവൻ നിന്റെ ഗർഭപാത്രത്തിലോട്ട് കയറട്ടെ എന്ന്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ട്. ആ കുഞ്ഞിനിപ്പോ 9 വയസ്സ് പ്രായം. എന്റെ മോളും അവളും ഒരേ പ്രായം. കാരണം ആ കൊച്ചിന്റെ പേര് റിയ, എന്റെ മോളെ പേരും റിയ. സ്വതന്ത്രം പറഞ്ഞാട്ട്. ഇവർ തമ്മിൽ എണ്ണപ്പെട്ട ദിവസത്തിന്റെ ഗ്യാപ്പേ ഉള്ളൂ. സ്വതന്ത്രം പറഞ്ഞാട്ട്. ജീവൻ വല്ലോ മനസ്സിലായോ? പിടികിട്ടിയോ? എന്നിട്ട് വേണം ആ ജീവൻ പ്രാപിക്കാൻ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. മനസ്സിലായോ? വെളിപ്പാട് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഒത്തിരി മാസത്തില്ല, എനിക്ക് തോന്നുന്നു 8 വർഷങ്ങൾക്ക് മുൻപ് ഒരു പട്ടണത്തിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. എന്നെ പ്രാർത്ഥിക്കാൻ പോയത് മനുഷ്യനെ പ്രാർത്ഥിക്കാനല്ല, പശുവിന് പ്രാർത്ഥിക്കാൻ. ഇവിടെ ഒരു വെറ്റിനറി ഡോക്ടർ ഉണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഡോക്ടർ ആൽവിൻ നമ്മുടെ നടുവിൽ നിൽക്കുക. അദ്ദേഹത്തിന്റെ ഹൈ പൊസിഷൻ ഇരുന്ന ഒരാളാണ്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. പശുവിന് ക്യാൻസർ വരുമല്ലോ അല്ലേ? പശുവിന് ക്യാൻസർ വരും. വെറ്റിനറി ഡോക്ടർ ഉള്ളതോടെ നമുക്ക് അതിനെ തെളിയിക്കാൻ പറ്റും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആ വീട്ടിൽ പോകുമ്പോൾ ബിനുവിന്റെ പശുവിന് ക്യാൻസർ. ആ പശുവിന്റെ ക്യാൻസർ കാണാൻ പറ്റും. കഴുത്തിൽ ഈ സൈസില് ഒരു ട്യൂമർ തൂങ്ങി കിടക്കുക. അപ്പൊ ആ വീട്ടിൽ പോയപ്പോൾ ശ്രദ്ധിച്ചോ, 3 പശുവിന്റെ തൊഴുത്ത് എന്നെ കാണിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ 3 തൊഴുത്ത്? അവര് പറഞ്ഞു, ഏതോ കണിയാമെന്ന് പറഞ്ഞു, തൊഴുത്തിരിക്കുന്നത് ശരിയല്ലാത്തോണ്ട് തൊഴുത്ത് മാറ്റി വെച്ചാൽ പശുവിന്റെ അസുഖം പോകും. അയാള് തൊഴുത്ത് വെച്ചിട്ടും പശുവിന്റെ അസുഖം പോയില്ല. വീണ്ടും വേറൊരാളെടുത്ത് പോയിട്ട് പറഞ്ഞു, അവിടെ വെച്ചത് ശരിയായില്ല, തിരിച്ചു വെക്കാൻ. വീട്ടിൽ പോയാൽ 3 സൈഡും തൊഴുത്ത്. 4 അന്ന് SKM കാലിത്തീറ്റ. SKM കാലിത്തീറ്റയുടെ 4 കാലിത്തീറ്റ ചാക്ക് നിറയെ ട്രിപ്പിന്റെ കുപ്പി. ആ പശുവിന് അന്ന് ചെലവായത് 8 വർഷത്തിന് മുമ്പ് 70,000 രൂപ. അയാൾ പറഞ്ഞു, ചത്തുപോണമില്ല, വിലക്ക് വിൽക്കാനും പറ്റുന്നില്ല, ഇറച്ചിക്കാരന് കൊടുക്കാൻ പറ്റുന്നില്ല. ആ പശുവിന്റെ വായിലൂടെ മൂക്കിലൂടെ ബ്ലഡ് പൊട്ടി ഒലിച്ച് ഭയങ്കര ദുർഗന്ധം. നിങ്ങൾ ശ്രദ്ധിച്ചോ? പശുവിന് വിശ്വാസം ഉണ്ടോ? ഹലോ, പശുവിന് വിശ്വാസം ഉണ്ടോ? പക്ഷെ പശുവിന് വിശ്വാസമില്ല. എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചോണ്ട് പോയ ആളിന് വിശ്വാസമുണ്ട്, പശുവിന്റെ ഉടമസ്ഥന് വിശ്വാസമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ എന്തുണ്ട്? വിശ്വാസമുണ്ട്. ഞാൻ ആ പശുവിന്റെ അടുക്കൽ പോയിട്ട് ഇപ്രകാരം പറഞ്ഞു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ട്യൂമർ അപ്രത്യക്ഷമാകട്ടെ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ പശുവിന്റെ കഴുത്തിലെ ട്യൂമർ അപ്രത്യക്ഷമായി. കരങ്ങളെ അടിച്ച് നല്ലൊരു മഹത്വം കൊടുക്ക്. പശുവും ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ളതാ. പക്ഷെ പശു സൗഖ്യമായെങ്കിലും പശുവിന്റെ ഉടമസ്ഥൻ ബിനു യേശുവിനെ സ്വീകരിച്ചില്ല. ഹലോ, നമ്മളൊക്കെ അങ്ങനെയാ. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? പക്ഷെ ശരവൺ ബ്രദറെ, ആ മനുഷ്യൻ മാനസാന്തരപ്പെടില്ല, പശു സൗഖ്യമായിട്ടും. പക്ഷെ ഞാനൊരു വലിയൊരു കൺവെൻഷൻ മീറ്റിംഗിൽ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ 22 രോഗി സൗഖ്യമായി. എത്ര രോഗി സൗഖ്യമായി? ഒരു സ്വതന്ത്രം പറഞ്ഞാട്ട്. ഞാൻ അവരോട് പറഞ്ഞൊരു വാക്കിതാണ്, ബിനുവിന്റെ പശുവിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് ഈ നിൽക്കുന്ന മനുഷ്യർ. അന്ന് രാത്രി മീറ്റിംഗിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന കിഡ്നി രോഗികൾ വരെ ഗ്രൗണ്ടിലേക്ക് വന്നു. ഒരു സ്വതന്ത്രം, ഇത് മലയങ്കിഴി നടന്നൊരു കാര്യമാണ്. പേര് വിളിച്ചു പറഞ്ഞു. പേര് വിളിച്ചപ്പോൾ ഇരിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തെ വീട്ടുകാർ ചേർന്ന് എടുത്തോണ്ട് മീറ്റിംഗ് സ്ഥലത്ത് കൊണ്ടുവന്നു. ദൈവം അദ്ദേഹത്തിന് 2 പുതിയ കിഡ്നി കൊടുത്തു. ദൈവത്തിന്റെ പൈതൽ 22ഓളം രോഗികൾ ഈ ഒറ്റ സാക്ഷ്യം പറയുമ്പോൾ സൗഖ്യമായി. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിക്കോ, പശുവിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് നിങ്ങൾ.
ഒരു മൃഗത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ. രാമേൻ പറ, നല്ല രാമേൻ പറ. ജീവന്റെ വില മനസ്സിലായില്ലല്ലേ? പശുവിന് വിശ്വാസം ഇല്ലെങ്കിലും പ്രാർത്ഥിച്ചവന്, ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും പ്രസംഗിക്കുന്ന എനിക്ക് നല്ല ഉറപ്പാ. എനിക്ക് നല്ല ഉറപ്പാണ്, നിന്റെ ശരീരത്തിലെ രോഗത്തിന്റെ കെട്ടുകളെ അഴിപ്പാൻ ഇന്ന് യേശുവിന് കഴിയും. നിന്റെ പ്രതികൂലത്തെ അഴിപ്പാൻ യേശുവിന് കഴിയും. നിന്റെ പ്രശ്നത്തെ പരിഹരിപ്പാൻ യേശുവിന് കഴിയും. വിശ്വസിക്കുന്ന രാമേൻ പറഞ്ഞാട്ടെ. ആർ യു റെഡി? ആ ജീവനെ സ്വീകരിക്കാൻ റെഡിയാണോ? ആ ജീവനെ സ്വീകരിക്കാൻ റെഡിയാണോ? ആർ യു റെഡി? റെഡിയാണോ? പൈസ കൊടുത്താൽ കിട്ടത്തില്ല. വിശ്വസിച്ച് പ്രാപിക്കുക, വിശ്വസിച്ച് പ്രാപിക്കുക. നല്ല രാമേൻ പറ, നല്ല രാമേൻ പറ, നല്ല രാമേൻ പറ. യേശുവിനെ കർത്താവും രക്ഷകനായിട്ടൊക്കെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഗ്രൗണ്ടിലുണ്ടോ? യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിയാട്ടെ. അങ്ങനെയുള്ള ആരെങ്കിലും ഇല്ല? എല്ലാവരും സ്വീകരിച്ച ആൾക്കാരാണ്. ഓക്കെ, നല്ല രാമേൻ പറഞ്ഞാട്ടെ. പക്ഷെ ജീവൻ അകത്ത് കയറണം. ഉറച്ചു പറ, ജീവൻ. ഈ ജീവൻ നിന്റെ അകത്തോട്ട് കയറിയാൽ നിന്റെ ജീവിതം ഇന്ന് രാത്രി മുതൽ മാറും. എനിക്ക് ഭയങ്കര ഉറപ്പാ, എനിക്ക് ഭയങ്കര ഉറപ്പാ. ഈ ജീവൻ നിങ്ങളുടെ അകത്തോട്ട് കയറാൻ പോവുക. ഒരാമേൻ പറ, ഒരാമേൻ പറ, ഒരാമേൻ പറ, ഒരാമേൻ പറ, ഒരാമേൻ പറ, നല്ല രാമേൻ പറ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആർ യു റെഡി? എല്ലാവരുടെ മുഖങ്ങളിൽ ഞാൻ കാണട്ടെ. ഈ ജീവൻ ഇന്ന് രാത്രി എൻ്റെ അകത്ത് കയറണം. അവിടെ ഒരു ബ്രദർ നിപ്പുണ്ട്. അദ്ദേഹം സ്ട്രോക്ക് വന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വലിയൊരു മാറ്റം ദൈവം കൊടുത്തു. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഒരു വലിയൊരു മാറ്റം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. നല്ല രാമേൻ പറ, നല്ല രാമേൻ പറ. ഇന്ന് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അയാൾ ഓട്ടോ ഓടിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഇദ്ദേഹത്തിന് നേരത്തെ ഇങ്ങനെ ഓട്ടോ ഓട്ടിക്കാൻ പറ്റും? അങ്ങനെ പറഞ്ഞു, ഒരു അങ്കിള് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഇതുപോലെ ഒന്നും ഓട്ടോ ഓട്ടിക്കാൻ പറ്റും, ഒരു ദിവസം എങ്ങാണ്ട് എടുത്തോളാം, പക്ഷെ ഇന്ന് നന്നായിട്ട് ഓട്ടോ ഓട്ടിച്ചു. അദ്ദേഹം ഇവിടെ നിൽപ്പുണ്ടോ? ഇവിടെ ഉണ്ടോ അദ്ദേഹം? ഫ്രണ്ടിലോട്ട് ഓടി വന്ന ബ്രദറെ, ഓടി വന്നാട്ട്. സ്ട്രോക്ക് വന്ന് തളർന്നുപോയ ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ പൈതലെ ഓട്ടയെ ഓടിച്ച് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഓട്ടയിൽ കുത്തി നിറച്ചോണ്ടാണ് ആൾക്കാരെയുമായിട്ട് ഈ ബ്രദർ വന്നത്. നല്ല രാമയൻ പറഞ്ഞാട്ട്. ഫ്രണ്ടി വാ, ഫ്രണ്ടിലോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഈ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ നേരത്തെ ഇല്ലാത്തൊരു ബലം എന്റെ അകത്ത് വന്നു. ബ്രദറെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ബലം ഉണ്ടോ? ഉണ്ട്. നേരത്തെ ഉള്ളതിനേക്കാളും ബലമുണ്ട്. കരങ്ങളെ അടിച്ചു ദൈവത്തിന് നല്ലൊരു മഹത്വം കൊടുത്തു. ഈ ആരാധന ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിയെങ്കിൽ ഒരുപാട് സാക്ഷി എനിക്കുണ്ട്. നന്നായിട്ട് അറിയാം. ഇവിടെ നിന്നോ? ഓക്കെ, ഇന്ന് രാത്രി വിശ്വസിച്ചോ, ഈ ജീവൻ നിന്റെ അകത്തോട്ട് കയറുമ്പോൾ നിന്റെ ജീവിതം മാറാൻ പോകുകയാണ്. കല്ലറകൾ കൊതുക്കാൻ കഴിയാത്ത, കമാൻ, എന്റെ കൂടെ വാ, എന്റെ കൂടെ വാ, പറ. കല്ലറകൾ കൊതുക്കുവാൻ കഴിയാത്ത ജീവൻ, പറ. കല്ലറകൾ കൊതുക്കുവാൻ കഴിയാത്ത ജീവൻ, റോമൻ ഗവൺമെന്റിന് ഒതുക്കുവാൻ കഴിയാത്ത ജീവൻ, പിശാചിനെ തകർത്ത ജീവൻ, രോഗത്തെ ജയിച്ച ജീവൻ, ശാപത്തെ ജയിച്ച ജീവൻ, പ്രശ്നങ്ങളെ ജയിച്ച ജീവൻ, കല്ലറകൾ കൊതുക്കുവാൻ കഴിയാത്ത ജീവൻ. Come on, come on, come on. ഇന്ന് രാത്രി ആ ജീവൻ വ്യാപരിക്കുകയാണ്. ജീവൻ വ്യാപരിക്കുകയാണ്. ജീവൻ വ്യാപരിക്കുകയാണ്. La 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 diante. We proclaim Jesus. അവിടെ നിൽക്കുന്നവർ വേഗം ഫ്രണ്ടിലോട്ട് ഓടി വന്നാട്ട്. എല്ലാവരും വേഗം ഫ്രണ്ടിലോട്ട് ഓടി വന്നാട്ട്. ഇന്ന് രാത്രി കൂടെ മീറ്റിംഗ് ഉള്ളൂ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിയോഗമുണ്ട്. ഓടിവാ, വേഗത്തിൽ ഓടിവാ. എല്ലാവരും വാ, എല്ലാവരും വാ. ഞാൻ വിശ്വസിക്കുന്ന രാത്രി നിന്റെ ജീവിതം മാറാൻ പോകുന്നു. എല്ലാവരും ചേർന്ന് വന്നാട്ടെ. എല്ലാവരും പ്രായഭേദ വ്യത്യാസമില്ലാതെ അങ്ങ് മാത്രം യേശുവേ, സ്തുതികൾക്ക്
അങ്ങ് മാത്രം യേശുവേ ആദ്യനേ എല്ലാ കരങ്ങളെ ഉയർത്തിയേ, എല്ലാ കരങ്ങളെ ഉയർത്തിയേ. ഓമേഗയും സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങ് മാത്രം യേശുവേ. സ്തുതികൾക്ക് സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങ് മാത്രം യേശുവേ. മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ. എല്ലാ കരങ്ങളെ ഉയർത്തിയേ. മഹത്വമേ മഹത്വമേ പിൻപറയായി വരുന്ന മഹത്വമേ. മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. ആ കരങ്ങളെ ഉയർത്തിയേ. മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ. മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ. ഇന്ന് രാത്രിയിൽ ആ ജീവൻ ഇവരുടെ അകത്തേക്ക് വ്യാപരിക്കട്ടെ. വായികളെ തുറന്ന് യേശുവേ എന്ന് വിളിക്ക്. വായികളെ തുറന്ന് യേശുവേ, വായികളെ തുറന്ന് യേശുവേ വിളിക്ക്. യേശുവേ Come on everybody, വിളിക്ക് യേശുവേ. വിളിക്ക് 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 വിളിക്ക്. ആ ജീവൻ, ആ ജീവൻ ഇവരുടെ ഉള്ളിലേക്ക് കയറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രിയിൽ ആ ജീവൻ ഇവരുടെ ഉള്ളിലേക്ക്, ജീവൻ ഉള്ളിലേക്ക് ഇവരുടെ അകത്തേക്ക് കയറട്ടെ. ഇവരുടെ ഉള്ളിലത് കയറട്ടെ. യേശുവിന്റെ ജീവൻ അത് വ്യാപരിക്കുന്നു, വ്യാപരിക്കുന്നു. ആ ജീവൻ വ്യാപരിക്കുന്നു. ഒതുങ്ങി പോകത്തില്ല. നീ ഒതുങ്ങി പോകത്തില്ല. നിന്റെ കുടുംബം ഒതുങ്ങി പോകത്തില്ല. ഒതുങ്ങിയവരെ, തകർന്നവരെ, നിരാശപ്പെട്ടവരെ ഇന്ന് രാത്രി ആ ജീവൻ, യേശുവിന്റെ ജീവൻ, ആ യേശുവിന്റെ ജീവൻ, ആ യേശുവിന്റെ ജീവൻ യേശു തൊടുന്നു. ആ ജീവൻ കയറുകയാണ്. ആ ജീവൻ കയറുകയാണ്. ആ ജീവൻ കയറുകയാണ്. ആ ജീവൻ കയറുകയാണ്. ആ ജീവൻ കയറട്ടെ. ആ ജീവൻ കയറട്ടെ. ആ ജീവൻ കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ജീവൻ കയറുന്നു. ആ ജീവൻ വ്യാപരിക്കട്ടെ. രോഗത്തിന്റെ അവസ്ഥയിൽ ആ ജീവൻ വ്യാപരിക്കട്ടെ. രോഗത്തിന്റെ അവസ്ഥയിൽ ഇന്ന് രാത്രി ആ ജീവൻ വ്യാപരിക്കട്ടെ. In the name of Jesus, ആ ജീവൻ വ്യാപരിക്കട്ടെ. In the mighty name of Jesus power, ആ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആ ജീവൻ വ്യാപരിക്കട്ടെ. ആ ജീവൻ power, ആ ദൈവശക്തി അടിക്കുക. ജീവൻ, 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 ജീവൻ. ജീവിതം മാറട്ടെ, ജീവിതം മാറട്ടെ, ജീവിതം മാറട്ടെ. In the name of Jesus, പിതാവേ, ആ കരമുയർത്തി പിടിച്ച യേശുവേ, ജീവിതം മാറട്ടെ, ജീവിതം മാറട്ടെ, ജീവിതം മാറട്ടെ. In the name of Jesus, യേശുവേ, ആ ജീവൻ, 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 ജീവൻ വ്യാപരിക്കുന്നു. ജീവൻ വ്യാപരിക്കുന്നു. പിടിച്ചോ, പിടിച്ചോ. ദൈവശക്തി അടിക്കുന്നു. ദൈവശക്തി അടിക്കുന്നു. ദൈവശക്തി അടിക്കുന്നു.
പിടിച്ചോ പിതാവേ. ആ ജീവൻ ഇന്ന് രാത്രിയിൽ ജീവിതത്തെ മാറ്റുന്ന യേശുവിന്റെ ജീവൻ തൊടുന്നു 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 തൊടുന്നു. The life of Jesus Christ is pouring out. Holy power. Life of ദൈവശക്തി Jesus അടിക്കുന്ന is പിതാവേ. pouring out. വ്യാപരിക്കട്ടെ 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 യേശുവേ. Adonai. എല്ലാവരും പ്രാർത്ഥിച്ചോ. Adonai. ആ ജീവൻ യേശുവിന്റെ ജീവൻ യേശുവിന്റെ ജീവൻ power. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ. ആ ജീവൻ വ്യാപരിക്കുന്നു ജീവൻ വ്യാപരിക്കുന്നു. പിടിച്ചോ 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 പിടിച്ചോ. കൊണ്ടുവാ കൊണ്ടുവാ അവനെ കൊണ്ടുവാ യേശുവിന്റെ നാമത്തിൽ അവനെ കൊണ്ടുവാ. ജീവൻ വ്യാപരിക്കുന്നു ആ ജീവൻ വ്യാപരിക്കുന്നു ആ ജീവൻ വ്യാപരിക്കുന്നു. പുനരുത്ഥാനവും ജീവനുമാകുന്ന യേശു ഇന്ന് രാത്രി അകത്തേക്ക് വ്യാപരിക്കുന്നു. സ്വീകരിച്ചോ യേശുവിനെ സ്വീകരിച്ചോ സ്വീകരിച്ചോ സ്വീകരിച്ചോ. In the name of Jesus. ഫ്രണ്ടിലോട്ട് വാ ഫ്രണ്ടിലോട്ട് വാ ഫ്രണ്ടിലോട്ട് വാ. ബാക്കി നിൽക്കുന്നവർ ഓടി വാ. ആ ജീവൻ വ്യാപരിക്കട്ടെ. വാതിർന്നവരെ ജീവൻ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ. തൊടുന്നു യേശു തൊടുന്നു യേശു തൊടുന്നു. Power in the name of Jesus. ആ ജീവൻ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ. വാ ഓടി വാ ഓടി വാ ഓടി വാ ഓടി 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 വാ. കരം ഉയർത്തി പിടിച്ചോ. ജീവൻ വ്യാപരിക്കട്ടെ ആ ജീവൻ power. പിടിച്ചവരെ പിടിച്ചോ. ആ ജീവൻ വ്യാപരിക്കുന്നു ആ ജീവൻ വ്യാപരിക്കുന്നു ജീവൻ വ്യാപരിക്കുന്നു. You are healed. ജീവൻ 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 യേശുവിന്റെ ജീവൻ ഹീലാകട്ടെ ഹീലാകട്ടെ ഹീലാകട്ടെ. യേശു ഓടി വാ. കരമുയർത്തിയോ കരമുയർത്തിയോ. ആ ജീവനെ സ്വീകരിച്ചോ ആ ജീവനെ സ്വീകരിച്ചോ. കടത്തിക്കോ കടത്തിക്കോ അവരെ കടത്തിക്കോ. കസേര ഇരുത്തിക്കോ. ആ ജീവൻ വ്യാപരിക്കുന്നു. ആ കരങ്ങളെ ഉയർത്തിയേ. ജീവൻ വ്യാപരിക്കുന്നു. ജീവിതത്തെ മാറ്റുന്ന ജീവൻ യേശുവിന്റെ ജീവൻ ഇപ്പോൾ അത് വ്യാപരിക്കട്ടെ. In the name of Jesus. യേശു തൊടുക യേശു തൊടുക 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 തൊടുക. ആ ജീവൻ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ ജീവൻ യേശുവിന്റെ ജീവൻ power in the name of Jesus. യേശുവേ ആ കരമുയർത്ത് കരമുയർത്ത്. സ്വീകരിക്കുക ജീവനെ സ്വീകരിക്കുക ആ ജീവനെ സ്വീകരിക്കുക. പുനരുത്ഥാനവും ജീവനുമാകുന്ന യേശുവിന്റെ ജീവൻ. In the name of Jesus. In the name of Jesus. കരമുയർത്തി സ്വീകരിക്കുക അതിനെ ആ ജീവനെ സ്വീകരിക്കുക. നിന്റെ യൂട്രസിലേക്ക് അത് വ്യാപരിക്കട്ടെ നിന്റെ യൂട്രസിൽ അത് വ്യാപരിക്കട്ടെ. വന്ധ്യതയുടെ കെട്ടഴിയട്ടെ. ആ ജീവൻ നിന്റെ അകത്ത് വ്യാപരിക്കുമോ. ഓ ജീസസ് നെയിം ജീസസ് നെയിം. നിന്റെ ജീവിതം രാത്രി മാറുകയാ നിന്റെ ജീവിതം മാറുകയാ നിന്റെ ജീവിതം മാറുകയാ. In the name of Jesus. In the name of Jesus. ആ കരങ്ങളെ ഉയർത്തി കരങ്ങളെ ഉയർത്തി. ആ ജീവനെ സ്വീകരിച്ചോ ആ ജീവനെ സ്വീകരിച്ചോ. In the mighty name of Jesus. തൊടുന്നു. ആ ട്യൂമറുകൾ വിട്ടുപോകട്ടെ. ആ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹീലാകട്ടെ. എല്ലാ രോഗത്തിന്റെ കെട്ടുകൾ അടിയട്ടെ. എല്ലാ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. ജീവൻ അതാ ആ ജീവൻ വ്യാപരിക്കുന്നു ജീവൻ വ്യാപരിക്കുന്നു. In the name of Jesus. In the name of Jesus. In the name of Jesus. എല്ലാ ഇരുട്ടിന്റെ
കെട്ടുകൾ അടിയട്ടെ. യേശുവേ എല്ലാ കെട്ടുകളും വഴി ജീവൻ വ്യാപരിക്കട്ടെ. അത്ഭുതമേ In the name of Jesus. ആശ്ചര്യമേ കൽപ്പിക്കുന്ന കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ. ആ ജീവൻ വ്യാപരിക്കട്ടെ. നിൻ കരുതൽ ജീവൻ വ്യാപരിക്കുന്നു. ജീവൻ വ്യാപരിക്കുന്നു. സ്വീകരിച്ചു അതിനെ. ആശ്ചര്യമേ സ്വീകരിച്ചോ. യേശു തൊടുകയാ. പുനരുത്ഥാനവും ജീവനുമാകുന്ന യേശുവിന്റെ ജീവൻ. Power. In the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ജീവൻ വ്യാപരിക്കട്ടെ. ആ ജീവൻ വ്യാപരിക്കട്ടെ. കല്ലറകൾ ഒതുക്കാൻ കഴിയാത്ത, റോമൻ ഗവൺമെന്റിന് ഒതുക്കാൻ കഴിയാത്ത ജീവൻ സ്വീകരിച്ചു അതിന്. യേശുവിന്റെ നാമത്തിൽ ആ ജീവനെ സ്വീകരിച്ചോ. ആ ജീവനെ സ്വീകരിച്ചോ. ജീവന്റെ വാഴ്ച, ആ ജീവന്റെ വാഴ്ച, ജീവന്റെ വാഴ്ച യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആശ്ചര്യമേ ഓ ജീസസ് ജീസസ് ആ ജീവന്റെ വാഴ്ച യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ തലയിൽ കൈവച്ച യേശുവിന്റെ നാമത്തിൽ ആ ജീവന്റെ വാഴ്ച ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ജീവിതത്തെ മാറ്റുന്ന ജീവൻ, ജീവിതത്തെ മാറ്റുന്ന ജീവൻ സ്വർഗ്ഗവാതിൽ ചെയ്തതായി സ്തോത്രം യേശുവേ. ആ ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. ജീവിതത്തെ മാറ്റുന്ന ജീവൻ, ജീവിതത്തെ മാറ്റുക. വിളിക്ക് യേശുവിനെ, വിളിക്ക്. അപ്പൊ വിളിക്ക്, വിളിക്ക് യേശുവിനെ, വിളിക്ക്. ജീവിതം മാറട്ടെ. ജീവിതം മാറട്ടെ. In the name of Jesus. യേശുവേ. സുഖമുണ്ട്, സൗഖ്യമായി. കരങ്ങളെ അടിച്ച് മഹത്വം എടുത്താട്ട് ഈ അമ്മ സൗഖ്യമായി. കർത്താവ് വലിയവൻ. ജീവൻ കയറിയാൽ കൈ ശരിയാകും. ജീവൻ കയറിയാൽ oh mighty name of Jesus. Oh Jesus. ആ ജീവൻ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആ ജീവൻ വ്യാപരിക്കട്ടെ. യേശു തൊടുകയാണ്. ആ ജീവനെ കൽപ്പിക്കുന്നു. ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആ ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ, ജീവൻ, ജീവൻ. In the name of Jesus. In the name of Jesus. വ്യാപരിക്കട്ടെ അത്. ആ ജീവൻ വ്യാപരിക്കട്ടെ. Power in the name of Jesus. ആ ജീവൻ വ്യാപരിക്കട്ടെ പിതാവേ. ഇന്ന് രാത്രി ആ ജീവൻ, ആ ജീവൻ വ്യാപരിക്കട്ടെ. ആ ജീവൻ വ്യാപരിക്കട്ടെ. In the name of Jesus. ആ ജീവൻ, 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 ആ ജീവൻ വ്യാപരിക്കട്ടെ. വൈറ്റ് കൈവച്ച യേശുവിന്റെ നാമത്തിൽ ആ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന പിതാവേ. In the name of Jesus. ആ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ നാമത്തിൽ പിതാവേ. ജീവൻ വ്യാപരിക്കട്ടെ. In the name of Jesus. In the name of Jesus. ജീവൻ, അങ്ങനെ പറ. ജീവൻ വ്യാപരിക്കട്ടെ. പറ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജീവൻ ഈ ഹാർട്ടിലേക്ക് കയറട്ടെ. എല്ലാ ബ്ലോക്കുകളും അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവനെ കൽപ്പിക്കുന്നു. ജീവനെ കൽപ്പിക്കുന്നു. ജീവനെ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ പറ. ജീവൻ വ്യാപരിക്കട്ടെ. പറ. യേശുവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. കരമുയർത്തിക്കോ, കരമുയർത്തിക്ക. കർത്താവേ, ഈ രാത്രി ആ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ജീവൻ ഇദ്ദേഹത്തിനകത്തേക്ക് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൈവച്ചോ. യേശുവേ, കരമുയർത്തിക്കോ. രണ്ട് കരമുയർത്തിക്കോ. വാ തുറന്ന് പറ. യേശുവേ, ജീവൻ
ജീവൻ വ്യാപരിക്കട്ടെ. പറ, ജീവൻ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ജീവൻ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. തന്റെ കരങ്ങളിലേക്ക് ഈ ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ യേശുവിന്റെ ജീവൻ. ജീവൻ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ആ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. In the name of Jesus. ആരെയോ ചെറുപാടിയേ ജീവൻ വ്യാപരിക്കട്ടെ. In the name of Jesus. ഈ കരങ്ങളിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ. ഈ ഷോൾഡറിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ. ഈ കൈകളിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ. നിവരട്ടെ, നിവരട്ടെ, നിവരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ കരം നിവരട്ടെ. ആ ജീവൻ വ്യാപരിക്കട്ടെ. നിവരട്ടെ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. നിവരിക, 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 നിവരട്ടെ, നിവരട്ടെ. ഇന്ന് രാത്രി നിവരട്ടെ. നിവരട്ടെ. കരമുയരട്ടെ, കരമുയരട്ടെ, കരമുയരട്ടെ. യേശു ജീവൻ. യേശുവിന്റെ ജീവൻ. ആ കരമുയർത്തിക്കോ, കരമുയർത്തിക്കോ. കർത്താവേ ആ ജീവൻ വ്യാപരിക്കട്ടെ. In the name of Jesus. Father, ജീവൻ വ്യാപരിക്കട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കരമുയർത്തി പറ, ജീവൻ വ്യാപരിക്കട്ടെ. പറ, ജീവൻ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ വലിയ ജീവൻ, മരണമില്ലാത്ത ജീവൻ, കല്ലറയ്ക്ക് ഒതുങ്ങാൻ കഴിയാത്ത ജീവൻ ഇദ്ദേഹത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. കരമുയർത്തിക്കോ, രണ്ട് കരമുയർത്തി കർത്താവേ. ജീവൻ ഇരിക്കുന്നവരോട് നിമിഷം മഹത്വത്തോടെ ആ രാജാവിനെ ഉയർത്തി അല്ലാതെ കടപ്പാൻ കഴിയാത്ത യേശുവിന്റെ ജീവൻ നദി ഒഴുകട്ടെ. യേശു തൊടുകയാ, യേശു തൊടുകയാ. ആ ജീവൻ വ്യാപരിക്കുന്നു. കരമുയർത്തിക്കോ, കരമുയർത്തിക്കോ. രണ്ടുപേരും കരമുയർത്തിക്കോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി യേശുവിന്റെ ജീവൻ ഈ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ ജീവൻ ഈ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. In the name of Jesus. ജീവിതത്തെ മാറ്റുന്ന ജീവൻ, ജീവിതത്തെ മാറ്റുന്ന ജീവൻ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി, കരമുയർത്തി, രണ്ട് കരമുയർത്തി. യേശുവേ യേശു നിന്നെ തൊടുന്നു, യേശു നിന്നെ തൊടുന്നു. Power in the name of Jesus. ജീവിതത്തെ മാറ്റുന്ന ആ ജീവനെ ഇപ്പോൾ ഈ മകളുടെ മേൽ കൽപ്പിച്ചാക്കുന്നു. യേശു തൊട്ടതിനായി സ്തോത്രം. കർത്താവേ കരമുയർത്തിക്കോ, രണ്ട് കരമുയർത്തിക്കോ. കർത്താവേ ആ ജീവൻ ദൈവശക്തി വ്യാപരിക്കുന്നു. ആ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിന്റെ ജീവൻ തൊടുന്നു, തൊടുന്നു, തൊടുന്നു. മുന്നോട്ട് വാ. ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിച്ചോ. ഇദ്ദേഹത്തെ പിടിച്ചോ. ഇദ്ദേഹത്തിന്റെ ജീവിതം മാറുകയാ, ഇദ്ദേഹത്തിന്റെ ജീവിതം മാറുകയാ, ജീവിതം മാറുകയാണ്. In the name of Jesus. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും. ഒരു വാക്കു നീ
എല്ലാ കരങ്ങളെ ഉയർത്തി അല്ല ആരെയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാമല്ല ആരെയോളം പോരാ വലിയൊരു ജീവ എല്ലാവരും എഴുന്നേറ്റാട്ടെ ആ കരങ്ങളെ അടിച്ച് നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയിന്ന് നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഈ ദേശത്തിന്റെ അന്ധകാരങ്ങൾ കാൽക്കീഴാകട്ടെ. സകലത്തിന്റെ മേൽ ദൈവജനം വാഴട്ടെ. ഈ പാഴ്ചിറയിൽ യേശുവിന്റെ വാഴ്ച വെളിപ്പെടുകയാണ്. യേശുവിന്റെ വാഴ്ച പാഴ്ചിറയിൽ വെളിപ്പെടട്ടെ. ഈ ദേശത്തിൽ വെളിപ്പെടട്ടെ. ഈ അണ്ടൂർ കോണത്തിൽ വെളിപ്പെടട്ടെ. ഈ പള്ളിപ്പുറത്തിൽ വെളിപ്പെടട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ലഭിച്ച് അതിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഇരുട്ടിന്റെ കെട്ടുകളെ കാൽ കീഴാക്കുന്നു. ചവിട്ടി ജയമെടുക്കുന്നു. ഒരു തലമുറ പുറത്തു വരട്ടെ. വാതിലുകൾ തുറക്കട്ടെ. ദേശം തുറക്കപ്പെടട്ടെ. വ്യക്തികളിലേക്ക് സുവിശേഷം വ്യാപരിക്കട്ടെ. സ്വർഗ്ഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. Thank you, Jesus. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയിന്ന് തുറക്കാനാ. രണ്ട് കരങ്ങളെ ഒരു പ്രാവശ്യം ഉയർത്തിപ്പിടിച്ച് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയിന്ന് തുറക്കാനാ. എല്ലാ കണ്ണുകളും അടയട്ടെ. ജീവിതത്തെ മാറ്റുന്ന ജീവൻ. എല്ലാവരും പറ ജീവിതത്തെ മാറ്റുന്ന ജീവൻ. ഉറച്ചു പറ ജീവിതത്തെ മാറ്റുന്ന ജീവൻ. ഉറച്ചു പറ ജീവിതത്തെ മാറ്റുന്ന. എല്ലാവരും പറ ജീവിതത്തെ മാറ്റുന്ന ജീവൻ എന്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. നെഞ്ചിൽ കൈവച്ച് പറ എന്റെ ഉള്ളിൽ വന്നിരിക്കുന്നു. എഴുതി വെച്ചോ. ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ്. നിങ്ങൾ ആരും ആയിക്കൊണ്ട് പോട്ടെ, ഏത് വ്യക്തി ആയിക്കൊണ്ട് പോട്ടെ. ഒരു പക്ഷേ പുറത്ത് റോഡുകളിൽ കേട്ട വ്യക്തികളാകട്ടെ, ഭവനത്തിൽ കേട്ട വ്യക്തിയാകട്ടെ, ഇന്ന് രാത്രി നിന്റെ ജീവിതം മാറുകയാണ്. മരണത്തിന് ഒതുക്കുവാൻ കഴിയാത്ത ജീവൻ, കല്ലറകൾക്ക് ഒതുക്കുവാൻ കഴിയാത്ത ജീവൻ, റോമൻ ഗവൺമെന്റ് ഒതുക്കാൻ കഴിയാത്ത ജീവൻ ഇന്ന് രാത്രി നിന്നെയും നിന്റെ കുടുംബത്തെയും പുറത്തെടുത്തിരിക്കുന്നു. സകലത്തെയും വാഴുക. എല്ലാവരും പറ സകലത്തെയും വാഴുക. കർത്താവ് നമുക്ക് ഇത്രയും അനുകൂലമായ സാഹചര്യം തന്നതിനായി സ്തോത്രം പറഞ്ഞാട്ട്. കാലാവസ്ഥ അനുകൂലമാക്കിയതിനായി സ്തോത്രം പറഞ്ഞാട്ട്. ഈ പട്ടണത്തെ ഒരുക്കിയതിനായി സ്തോത്രം പറഞ്ഞാട്ട്. നല്ല രാമേൻ പറഞ്ഞാട്ട്.